welcoming Shri V.K. Suresh Babu sir, a social worker, counselor, and a renowned motivational speaker, the members of the Mathrubhumi editorial board and all the other Mathrubhumi staff, the judges accompanying them who are present here to adjudicate Nirachartha competition, all the parents and the competitors, teaching and non-teaching staff who have gathered here for Mathrubhumi Nirachartha in collaboration with Gayatri Central School. As we have Shri V.K. Suresh Babu sir with us, let us get enlightened by his words on the topic Padanam Pole Jeevithavum A+. The stage is all yours, sir. സർഗാത്മകമായിരിക്കുന്നൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ മക്കളെയും കൂട്ടി ഇവിടെ വന്നത്. ആ സർഗാത്മക പ്രവർത്തനങ്ങളിലേക്ക് അവർ ഭൂമിയിൽ സ്വർഗത്തിൻ ചിത്രം വരയ്ക്കുന്നു കാമുകനായ വസന്തം എന്ന നമ്മുടെ പ്രിയപ്പെട്ട പി ജയചന്ദ്രൻ എന്ന അന്തരിച്ചു പോയ ആ ഗായകൻ്റെ വരികൾ ഞാനിപ്പോൾ ഓർക്കുകയാണ്. അവർ സർഗാത്മക പ്രവർത്തനം നടത്തുമ്പോൾ അതിന് സമാന്തരമായ ഒരു സർഗാത്മക പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന ബോധ്യം ആദ്യം നിങ്ങൾക്കുണ്ടാവണം. ഇതൊരു വീണമീട്ടലാണ്. രക്ഷകർതൃത്വം എന്ന് പറയുന്നത് ഒരു വീണമീട്ടലാണ്. വീണക്കമ്പിയിൽ നിന്ന് പാട്ട് വരണമെങ്കിൽ ഭാഷാഭൂഷണം പഠിച്ചവരാരും ഉണ്ടെങ്കിൽ ഓർമ്മയുണ്ടാകും. അതിൽ മനോഹരമായ ഒരു അലങ്കാരമുണ്ട്. മടിയിൽ ചേർത്ത് ചേണാർന്ന മട്ടിൽ അങ്കുലീ വിഭ്രമം തുടർന്നാൽ രാഗം കാട്ടിടും വിഭഞ്ചിക. മടിയിൽ ചേർത്ത് ചേണാർന്ന മട്ടിൽ അങ്കുലീ വിഭ്രമം തുടരണം. ഒരു വീണ വാങ്ങി നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചതുകൊണ്ട് അത് വെറും വിലക്കു വാങ്ങിയ വീണയായി പോകരുത്. അതിൽ അങ്കുലീ വിഭ്രമം തുടരണം. അത് മീട്ടണം. അതിൻ്റെ തന്ത്രികളിൽ വിരലോടിക്കണം. ആ തന്ത്രികളിൽ വിരലോടിക്കുന്നതിന് മുമ്പ് നിങ്ങളും വീണയും തമ്മിൽ, വീണ എന്നത് നിങ്ങളുടെ കുട്ടികളാണ്, നിങ്ങളും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിന് ഒരു മുറുക്കമുണ്ട്. അതെന്താണ് ആ മുറുക്കം? അധികം മുറുക്കിയാൽ വീണക്കമ്പികൾ പൊട്ടിത്തെറിച്ചു പോകും. എന്നാൽ ലൂസാക്കിയിട്ടാലോ പാട്ട് വരില്ല. അതിന് മുറുക്കാതെ എന്നാൽ അയക്കാതെയുള്ള ഒരു മുറുക്കമുണ്ടല്ലോ. ഈ മുറുക്കം പഠിക്കുക എന്നതാണ് രക്ഷകർതൃത്വം. രക്ഷകർതൃത്വം എന്ന് പറയുന്നത് മക്കളെ പ്രസവിച്ച് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും സ്കൂളിലെ ഫീസും കൊടുക്കലാണെന്ന് ധരിച്ചു പോയിരിക്കുന്നവരാണ് നമ്മുടെ മിക്ക രക്ഷിതാക്കളും. നിനക്ക് തിന്നാനുള്ള തരുന്നില്ലേ? നിന്റെ ഫീസ് അടക്കുന്നില്ലേ? നിനക്ക് ഉടുക്കാൻ വസ്ത്രമായി തരുന്നില്ലേ? നീ എന്താ പിന്നെ ഇങ്ങനെ എന്ന് പലരും ചോദിക്കാറുണ്ട്. അത് കൊടുക്കുന്നതൊരു വലിയ മഹാത്യാഗമൊന്നുമല്ല. കാരണം അതെല്ലാം നിങ്ങൾ കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കുന്നതാ. നിങ്ങളുടെ അച്ഛനും അമ്മയും തന്നതാ നിങ്ങൾക്കതെല്ലാം. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം അത് നിങ്ങളുടെ മക്കൾക്ക് കടം കൊടുക്കുന്നു. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് മക്കളുടെ പേരിൽ യാതൊരു അധികാരവും ഇല്ലെന്ന് ഓർക്കുക. കാരണം അത് തലമുറയായിട്ടുള്ള ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന പ്രക്രിയയാണ്. മഴ പെയ്തു തരുന്നില്ലേ എന്ന് മഴ പറയുന്നത് പോലെയാണത്. മഴക്ക് പിന്നെ പെയ്യാതെ നിവൃത്തിയില്ലല്ലോ. വെയിലത്ത് കടലിലും പുഴയിലുമുള്ള വെള്ളം നീരാവിയായിട്ട് ആകാശത്ത് പോയാൽ അത് അവിടെ സ്റ്റോക്ക് ചെയ്യാൻ സംവിധാനമൊന്നുമില്ല. അത് മഴയായിട്ട് പെയ്യലേ നിവൃത്തിയുള്ളൂ. അതേപോലെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ അവൻ്റെ ശരീരത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന പ്രക്രിയ നിങ്ങളുടെ സ്വാഭാവിക പ്രക്രിയയാണ്. അതിൻ്റെ മേലെ നിങ്ങൾ അവകാശവാദം അവരോട് പറയുന്നില്ലെങ്കിലും നിങ്ങൾക്ക് സ്വയം തോന്നരുത് ഞാനിതൊക്കെ ചെയ്തു കൊടുക്കുന്നില്ലേ എന്ന്. നോ, അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരു മെറിറ്റും ഇല്ല. നിങ്ങൾക്ക് മെറിറ്റ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? നിങ്ങൾക്ക് മെറിറ്റ് ഉണ്ടാകുന്നത് മറ്റെല്ലാ കുട്ടികൾക്കും കിട്ടുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? നിങ്ങളെ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആകെ നിങ്ങളെ കൊടുക്കുന്നത് അമ്മമാരാണ്. സ്തനം മുല കൊടുക്കുന്നു, മുലപ്പാൽ കൊടുക്കുന്നു. അത് നിങ്ങളെ കൊടുക്കുന്നതാണ്.
അത് മറ്റാർക്കും ഇല്ലാത്തതാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതുപോലെ അവൻ്റെ ഹാർഡ്വെയറിന് കൊടുത്തതുപോലെ സോഫ്റ്റ്വെയറിന് എന്താ കൊടുത്തത്? നമ്മുടെ മക്കൾ കേവലം ഒരു ഹാർഡ്വെയർ അല്ലല്ലോ. രൂപം കൊണ്ടാണെങ്കിൽ നമ്മുടെ മക്കൾ മനുഷ്യരാവില്ലല്ലോ. നമ്മുടെ രൂപത്തെ വളർത്താനാണെങ്കിൽ മനുഷ്യരെ പോറ്റിയ നഷ്ടക്കച്ചവടമല്ലേ? മനുഷ്യരെ പോറ്റുന്നത് നഷ്ടക്കച്ചവട. ഒരു പശുവിനെ പോറ്റിയാൽ ആ പശുവിനെ പാല് കറന്ന് വിൽക്കാം അല്ലേ? നമ്മളെ മക്കളെ കറന്ന് വിൽക്കാൻ പറ്റില്ല. ആടിനെയും കോഴിയെയും പോറ്റിയാൽ ഇറച്ചി വിൽക്കാം. നമ്മുടെ മക്കളുടെ ഇറച്ചി വിൽക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ് അവന് വളർത്തേണ്ടത്? അവൻ്റെ ശരീരത്തെ പിടിച്ച് കെട്ടണം. നിങ്ങൾ ശരീരത്തെ വളർത്തൽ മാത്രമാണ് നിങ്ങളുടെ ജോലി എന്നല്ല, ശരീരത്തെ പിടിച്ച് കെട്ടലാണ് രക്ഷകർത്താവിൻ്റെ ജോലി. എങ്ങനെയാണ് ശരീരത്തെ പിടിച്ച് കെട്ടൽ? ശരീരത്തെ കൺട്രോൾ ചെയ്ത് മനസ്സിൻ്റെ ഭാവനകളെ തുറന്നു വിടുക, അതാണ് രക്ഷകർത്തൃത്വം. അതിന് നമ്മുടെ ഭാരതത്തിലൊരു ചടങ്ങുണ്ട്. ഈ ചടങ്ങിൻ്റെ അർത്ഥം പലർക്കും അറിയില്ല. ഒരു കുട്ടി ജനിച്ചാൽ ആദ്യം അവന് പോസിറ്റീവ് എനർജി കൊടുക്കുന്ന, ഹായ് ഈ ലോകം നല്ലതാണല്ലോ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ ആരും ചെയ്യുന്നില്ല. അതിൻ്റെയൊക്കെ മനഃശാസ്ത്ര തലം ആർക്കും അറിയില്ല. ആദ്യം ജനിച്ച ഉടനെ കുട്ടിക്ക് കൊടുക്കുന്നത് തേനും വയമ്പും നാവിൽ തൂകും അല്ലേ? തേനെന്തിനാ കൊടുക്കുന്നത്? കുട്ടി ജനിച്ച ഉടനെ മധുരം 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 മധുരാധിപതേ സകലം മധുരം അല്ലേ? ജനിച്ച ഉടനെ കുട്ടിക്ക് ഈ ലോകം മധുരതരമാണ് എന്ന് തോന്നുക. വയമ്പ്, ഈ ഇഞ്ചക്ഷൻ, പ്രതിരോധ വാക്സിനൊന്നും ഇല്ലാത്ത കാലത്ത് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വളർത്താൻ വേണ്ടിയിട്ടാണ് വയമ്പ് കൊടുക്കുന്നത്. തേന് നാവിൽ തൊട്ട് കൊടുക്കുന്നത് ഈ ലോകം സുന്ദരമാണ് എന്ന പോസിറ്റീവ് എനർജിയാണ്. പക്ഷേ ഇപ്പോൾ കൊടുക്കുന്നുണ്ടോ? അതിന് പകരം ഒരു ഇഞ്ചക്ഷൻ വെച്ചു. അപ്പോൾ കുത്തി വേദനിച്ചു. കുട്ടിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി വേസ്റ്റ് ഇംപ്രഷൻ. ഈ ലോകം മുഴുവൻ എന്നെ കുത്താൻ വന്ന കാലന്മാരാണെന്നാണ് കുട്ടിക്ക് തോന്നുന്നത് അല്ലേ? കുത്തി വേദനിച്ചു, കരഞ്ഞു. ഇത് അവൻ്റെ ശരീരത്തിന് നല്ലതിന് വേണ്ടിയാ കുത്തുന്നൊന്നും അവനറിയില്ലല്ലോ. അവനറിയില്ല. വാക്സിനേഷൻ വേണം, നിർബന്ധമാണ്. അത് ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ശിശുമാരുടെ നിരക്ക് കുറക്കാൻ പറ്റിയത്. പക്ഷേ ആ നാവിൽ തൊട്ട് കൊടുക്കുന്ന തേന് നിങ്ങളുടെ കുട്ടിയുടെ ജീവിതം ഈ ലോകത്തോട് പോസിറ്റീവായി സംവദിക്കുവാൻ കൊടുക്കുന്ന ആദ്യത്തെ ഡോസാണ്. അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ ശരീരത്തെ പിടിച്ചു കെട്ടൂലേ? 28ാമത്തെ ദിവസം അവൻ്റെ ശരീരത്തെ പിടിച്ചു കെട്ടൂലേ? പാല് കൊടുത്ത് അല്ലേ പേര് വിളിക്കുന്നൊരു ചടങ്ങില്ലേ? 28ൻ്റെ കണക്കറിയാവോ? എന്താ 28ാമത്തെ ദിവസമായത്? AD 825 മുമ്പ് മലയാളിക്ക് കലണ്ടർ ഉണ്ടായിരുന്നില്ല. AD 825 കൊല്ലത്ത് വെച്ചാണ് കലണ്ടർ ഉണ്ടാക്കിയത്. ആ കലണ്ടറിൻ്റെ പേരറിയാമോ ആർക്കെങ്കിലും? മലയാളിയുടെ നമ്മൾ ഈ ചുമരിൽ തൂക്കുന്ന കലണ്ടർ നമ്മുടേതല്ലല്ലോ. പോർച്ചുഗീസുകാർ വന്നപ്പോൾ കൊണ്ടുവന്നതല്ലേ ഗ്രിഗോറിയൻ കലണ്ടർ. അതിനു മുമ്പ് മലയാളിക്ക് സ്വന്തമായിട്ടൊരു കലണ്ടർ ഉണ്ടായിരുന്നു, പക്ഷേ ചുമര് തൂക്കുന്നതായിരുന്നില്ല. ആ കലണ്ടർ ഉണ്ടാക്കിയിട്ട് 1200 വർഷമായി. കൃത്യം 1200 വർഷമായി. ആ 1200 വർഷമായതുകൊണ്ടാണ് നമ്മളെ മലയാളിയുടെ സ്വന്തം വർഷം കൊല്ലവർഷം 1200. കൊല്ലവർഷം എന്ന് പറഞ്ഞാൽ കൊല്ലത്തുണ്ടാക്കിയ വർഷം, മനസ്സിലായോ? കൊല്ലവർഷം എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് വെച്ചുണ്ടാക്കിയതാണ് ഈ കലണ്ടർ. ആ കലണ്ടറിൻ്റെ പേര് പഞ്ചാംഗം എന്നാണ്. കേട്ടിട്ടില്ലേ? പഞ്ചാംഗം പുസ്തക രൂപത്തിലാണ്. ഈ പഞ്ചാംഗം വരുന്നതിന് മുമ്പ് ഡേറ്റ് ഇല്ല, സ്റ്റാറാ. അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രം അല്ലേ? 27 നക്ഷത്രം. അപ്പോൾ ഒരു കുട്ടിയുടെ ജന്മനക്ഷത്രം ഫസ്റ്റിൽ വരിക 28ാമത്തെ ദിവസം. അന്ന് പേര് വിളിക്കും, പാല് കൊടുക്കും. എന്തിനാ നൂല് കിട്ടുന്നതെന്ന് ഞാൻ പണ്ട് മുതലേ എൻ്റെ രക്ഷിതാക്കളോടും വലിയ സ്വാമിമാരോടൊക്കെ ഞാൻ ചോദിച്ചിട്ട് ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. എനിക്കൊരു മറുപടി കിട്ടിയത് ഒരു വയോജന സംഗമത്തിൽ. ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഒരു റിട്ടയർഡായ സാവിത്രി ടീച്ചർ പറഞ്ഞു, നൂല് കെട്ടുന്നതിൻ്റെ അർത്ഥം ആർക്കും പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാനൊരർത്ഥം പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു, പറയ ടീച്ചറെ. കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നതാരാ? അമ്മ.
പ്രസവിക്കുന്നത് അമ്മ മാത്രം, മുലയൂട്ടുന്നത് അമ്മ മാത്രം, എല്ലാം ചെയ്യുന്നത് അമ്മ മാത്രം. പക്ഷെ കുട്ടി അമ്മയുടെ മാത്രമല്ലല്ലോ, അച്ഛൻ്റെ കൂടിയല്ലേ. അപ്പം അച്ഛനൊരു പരാതി വേണ്ടെന്ന് കരുതിയിട്ട് 28ാമത്തെ ദിവസം കുട്ടിയെ പാർട്ടീഷൻ ചെയ്ത് രണ്ടാക്കി നടുക്കൊരതിരിടുന്ന, പകുതി അച്ഛന് പകുതി അമ്മക്ക്. അതാണ് നൂല് കെട്ടുന്നത്. നല്ല രസമുള്ള മറുപടി അല്ലേ? അല്ല, ഇതൊരു പ്രതീകമാണ്. ഈ നൂലെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ പ്രതീകമാണ്. മനുഷ്യൻ്റെ എല്ലാ മതങ്ങളിലും നൂലുമായിട്ട് കണക്ഷൻ ഉണ്ട് ഇല്ലേ? നൂലൊരു പ്രധാന ഘടക. എന്താ നൂലും മനുഷ്യ സംസ്കാരവുമായിട്ട് ബന്ധം? നമ്മുടെ സംസ്കാരവും നൂലും ഒരുപോലെയാണ്, പിരിച്ച് പിരിച്ച് കൂട്ടാവുന്നതാണ്. നൂലിന് അറ്റമില്ലല്ലോ, എത്രയും നീട്ടിക്കൊണ്ടുപോകാം. നമ്മുടെ സംസ്കാരവും നമ്മൾ ഒറ്റയ്ക്ക് പിരിച്ചതല്ലല്ലോ എൻ്റെ സംസ്കാരം. ഞാനിപ്പോൾ മലയാള ഭാഷ സംസാരിക്കുന്നത് ഞാൻ കണ്ടുപിടിച്ചതല്ലല്ലോ, എൻ്റെ അച്ഛനോ എൻ്റെ അച്ചാച്ചനോ ഒന്നും കണ്ടുപിടിച്ചതല്ല, എഴുത്തച്ഛൻ കണ്ടുപിടിച്ചൊന്നുമല്ല. 9ാം നൂറ്റാണ്ടിലെ മാമ്പള്ളി ലിഖിതം മുതൽ ആരംഭിച്ചതാണ് സംസ്കൃതവും തമിഴും കൂടി കലർന്നിട്ടൊരു മലയാള ഭാഷയുടെ രൂപാന്തര പ്രക്രിയ. അത് തലമുറ തലമുറ പിരിച്ചു പിരിച്ചുണ്ടാക്കിയതാണ്. നമ്മുടെ മനസ്സിൽ സ്നേഹം, സത്യം, ദയ, കാരുണ്യം, കുടുംബ ബന്ധങ്ങൾ, അച്ഛൻ, അമ്മ തുടങ്ങിയ ഒരു സാംസ്കാരികമായ അവബോധം നമ്മുടെ ഉള്ളിലില്ലേ? ഈ സാധനം ഇല്ലെങ്കിൽ, ഈ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ നമ്മൾ മൃഗമാ. ആ സാംസ്കാരിക അവബോധം പിരിച്ചു പിരിച്ചുണ്ടാക്കുന്ന നൂലാണ്. ആ സംസ്കാരത്തിൻ്റെ നൂല് കൊണ്ട് ശരീരത്തെ പിടിച്ചു കെട്ടുക. നിന്റെ ശരീരമല്ല വളരേണ്ടത്, നിന്റെ ഹാർഡ്വെയർ അല്ല, സോഫ്റ്റ്വെയർ ആണ് വളരേണ്ടത്. അന്ന് മുതൽ അമ്മയുടെയും അച്ഛൻ്റെയും പണി അവൻ്റെ ആന്തരികമായ വികാസമാണ്. ഈ ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന എന്താണെന്നറിയാവോ? ആർക്കെങ്കിലും അറിയാവോ? ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന എന്താണെന്ന് ഗായത്രി സ്കൂൾ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളും കുട്ടികളും അറിയണം. ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന ഓം നമഃശിവായ, ഓം നാരായണായ ഒന്നൊന്നുമല്ല. ഈ ആലപ്പുഴക്കാരൻ ആ പ്രാർത്ഥനയെക്കുറിച്ച് മനോഹരമായൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? ആ പ്രാർത്ഥനയെക്കുറിച്ച് ആലപ്പുഴക്കാരൻ എഴുതിയ പാട്ട് കേട്ടിട്ടുണ്ടോ? പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ, അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൻ അർഘ്യം നൽകൂ, ഗന്ധർവ സ്വരഗംഗയൊഴുകൂ, ഗായത്രികൾ പാടൂ. ഓം സത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇതാണ് ആദ്യത്തെ പ്രാർത്ഥന, സൂര്യഗായത്രി. എന്താ ഇതിൻ്റെ അർത്ഥം? ഈ മന്ത്രങ്ങൾ ചൊല്ലുക എന്നല്ലാണ്ട് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ആരും അന്വേഷിക്കാറില്ല അല്ലേ? ഒന്നും അന്വേഷിക്കില്ല. മന്ത്രം അറിയുന്നവനെ വിളിക്കുക തന്ത്രിന്ന്, തന്ത്രം അറിയുന്നവനെ വിളിക്കും മന്ത്രിന്ന്. അതെന്താ അങ്ങനെ വിളിക്കുന്നത് വരെ ആരും അന്വേഷിച്ചില്ല അല്ലേ? തന്ത്രം അറിയുന്ന ആളെ എന്താ വിളിക്കുക? മന്ത്രി. മന്ത്രം അറിയുന്ന ആളെ എന്ത് വിളിക്കും? തന്ത്രി. അതെങ്ങനെ ഇങ്ങനെ മാറിപ്പോയേ? മന്ത്രം എന്ന് പറഞ്ഞാൽ ചെവിയിൽ, ദൈവത്തിൻ്റെ ചെവിയിൽ മന്ത്രിച്ചു കൊടുക്കുകയാണ്. അതാ മന്ത്രം. മന്ത്രിച്ചു കൊടുക്കുന്നത് രാജാവിൻ്റെ ചെവിയിൽ ഭരണരഹസ്യങ്ങൾ മന്ത്രിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് മന്ത്രി എന്ന് പേര് വന്നത്. മനസ്സിലായോ? തന്ത്രിയോ? ദൈവവുമായിട്ടുള്ള സംസാരത്തിന് ഈ ഭാഷയെല്ലാം നമ്മൾ ഉണ്ടാക്കിയതല്ലേ. ദൈവത്തോട് സംസാരിക്കാൻ ചില തന്ത്രങ്ങൾ വേണം. അത് ചില മുദ്രകളുണ്ട്, ചില ആംഗ്യങ്ങളുണ്ട്, ചില ചടങ്ങുകളുണ്ട്. ഈ തന്ത്രങ്ങൾ അറിയുന്നവൻ തന്ത്രി. അങ്ങനെയാണ്. മനസ്സിലായോ? തന്ത്രമന്ത്രങ്ങൾ എന്നൊക്കെ വിടുന്നിട്ട് എന്താണ് ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥം? അത് അവസാനിക്കുന്നത് ഒറ്റ വരി മതി. എന്താ മനുഷ്യനെന്ന് മനസ്സിലാവും. ധിയോ യോ ന പ്രചോദയാത്. എന്താ ധീ? ബുദ്ധി. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി. ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലുന്നാ. എന്നാൽ നിങ്ങൾ ആരെങ്കിലും ഈ ഗായത്രിയൊക്കെ പൊട്ട്, ഈ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമാണ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായത്. ഇതിനെ നിങ്ങളുടെ മക്കളെ കാട്ടിക്കൊടുത്താൽ തന്നെ നിങ്ങളുടെ മക്കളുടെ പ്രശ്നങ്ങളിൽ 20% പ്രശ്നം തീരും. എന്താണ്? രാവിലെ എഴുന്നേറ്റാൽ ഒന്ന് പ്രഭാതത്തെ കാട്ടിക്കൊടുക്കുക. രാവിലെ ഞാനൊരു സത്യം പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരണ്ട. നിങ്ങളെല്ലാം പ്രഗത്ഭന്മാരായ പലരും ഉണ്ടാവാം. പക്ഷെ നിങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിലെല്ലാം പൂജാമുറിയും ഉണ്ടാകാം. പക്ഷെ നമ്മുടെ കുട്ടികൾ കണി കാണുന്നത് നിങ്ങളൊരു മൂലക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ബിംബത്തെയാണ്. ആ ബിംബം, ഞാൻ പറയുമ്പോൾ ദേഷ്യം വരല്ലേ, നിങ്ങളും നിങ്ങളുടെ മക്കളും രാവിലെ തൊഴുന്ന തല കുനിക്കുന്ന ബിംബം ക്ലോസറ്റാ അല്ലേ? യൂറോപ്യൻ ക്ലോസറ്റ്.
ഒരു ബിംബത്തെ പ്രതിഷ്ഠിച്ചിട്ടില്ലേ? രാവിലെ അതിൻ്റെ മേലെ കുനിഞ്ഞിട്ട് മാത്രമേ പ്രകാശത്തെ, പ്രഭാതത്തെ, പ്രകൃതിയെ കാണാറുള്ളൂ. നിങ്ങൾ രാവിലെ തന്നെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളുടെ വീടിൻ്റെ മുന്നിലത്തെ വാതിൽ തുറന്നിട്ട് പ്രകാശത്തെ, അടഞ്ഞ വാതിലുകളല്ലേ നിങ്ങളുടെ വീട്ടിൽ, ആ അടഞ്ഞ വാതിലുകൾ അവരുടെ മനസ്സിനെ അടച്ചു വെക്കുന്നു. നിങ്ങളുടെ വീടിൻ്റെ വാതിൽ, മുന്നിലത്തെ വാതിൽ തുറക്കൂ, എന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങൂ. നിങ്ങളുടെ വീട്ടിലല്ല, ഇപ്പം എല്ലാ വീട്ടിലും എന്തൊരു മത്സരമാണ്, പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കുന്നു. ആര് കാണാമെന്നറിയോ? പോകുന്ന അയൽവാസികൾ കാണാൻ, നാട്ടുകാർ കാണാൻ. അവർ കണ്ടിട്ട് ഹായ് നല്ല പൂന്തോട്ടമാണല്ലോ, ആരെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടില്ല, ഓ ഇതിലും വലിയ പൂ എൻ്റെ വീട്ടിലുണ്ട് എന്ന അസൂയായിരിക്കും. നിങ്ങളുടെ വീട്ടിൻ്റെ പൂന്തോട്ടങ്ങളെ കാണിക്കേണ്ട ഫസ്റ്റ് ഉപഭോക്താവ് നിങ്ങളുടെ മക്കളാ. രാവിലെ വാതിൽ തുറന്നിട്ട് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങ്. ഇസ്രായേലും ഗാസയിലും ഇപ്പോൾ വെടി നിർത്തി. ഇപ്പം 2-3 കൊല്ലമായിട്ട് അവിടുത്തെ പട്ടാളക്കാർ ചെയ്യുന്ന പണിയാണ് നിങ്ങൾ രാവിലെ ചെയ്യുന്നത്. അവിടെ പട്ടാളക്കാർ രാവിലെ ഉറക്കളിഞ്ഞാൽ പല്ല് വരെ തേക്കില്ല. 3 മിസൈലിന് തീ കൊടുത്തിട്ട് മാത്രമേ അവർ പല്ല് വരെ തേക്കാൻ പോകും. നിങ്ങളും എന്താ ചെയ്യുന്നത്? രാവിലെ എണീറ്റ ടിക്ക് 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 3 മിസൈൽ തീ കൊടുക്കല. അടുപ്പത്ത് ഇവൻ്റെ ശരീരത്തിന് വേണ്ട ഭക്ഷണം പാചകം ചെയ്യാനുള്ള സാധനം കൊണ്ടേ വെച്ചു. ഈ കുട്ടിക്ക് കൊടുക്കുന്ന ആദ്യത്തെ എനർജി എന്താ? പോസിറ്റീവ് എനർജിയാണോ? രാവിലെ നിങ്ങളുടെ മക്കളെ വിളിച്ചുണർത്തുന്ന ശബ്ദം എന്താ? ആ ശബ്ദമാണ് അവൻ്റെ ഒരു ദിവസത്തെ മൂഡ് ക്രിയേറ്റ് ചെയ്യുക. രാവിലെ എന്താ വിളിച്ചത്? രാവിലെ വിളിച്ചത് നിഷാദത്തിലാണ്. ശബ്ദത്തിന് കുട്ടികളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയും. നിങ്ങൾ മക്കളോട് സംസാരിക്കുന്ന നാദമാണ് മക്കൾ നിങ്ങളോടുള്ള പെരുമാറ്റത്തിൻ്റെ പ്രതികരണം, റിഫ്ലക്ഷനാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ശബ്ദമാണോ നാദമാണോ? നിഷാദമാണ്. നിഷാദം എന്താ? സപ്തസ്വരങ്ങളിൽ ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം. നീയാണ് നിഷാദം. ആരാ നിഷാദ? കാട്ടാളൻ. മാ നിഷാദ, അരുത് കാട്ടാള. കാട്ടാളൻ്റെ ഒച്ച ഹേ ഹോ. രാവിലെ തന്നെ സ്കൂൾ ബസ് വരേണ്ട സമയമായിട്ടും പയ്യൻ എഴുന്നേറ്റിട്ടില്ല, ഭക്ഷണമാണ് ആയിട്ടുമില്ല. നിഷാദല്ലേ നിങ്ങൾ രാവിലെ തന്നെ കുട്ടികളെ കേൾപ്പിക്കുന്നത്? അല്ലേ? ദയവ് ചെയ്തിട്ട് കുട്ടികളെ ഞെട്ടിച്ച് രാവിലെ വിളിക്കല്ലേ, എത്ര വലുതായാലും. ഇത് ഞാൻ പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു രക്ഷിതാക്കൾ പറയാ, ഞങ്ങൾ ഷഡ്ജത്തിലാണ് തുടങ്ങുക അല്ലേ? പാലാഴിത്തൂമങ്കേ ജയേന്ദ്രൻ്റെ പാട്ടേ വരുന്നുള്ളൂ. മെല്ലെ തുടങ്ങും, പിന്നെ ഋഷഭത്തിലേക്ക് കടക്കും, അവസാനമാണ് നിഷാദത്തിലെത്തിയാൽ ഇവൻ എണീക്കുന്നല്ലേ. ദൂരെ നിന്നിട്ട് ഷഡ്ജം ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അവൻ്റെ അടുത്ത് പോയി ഇരിക്കുക. എത്ര വലിയ കുട്ടിയായാലും അടുത്ത് പോയി ഇരുന്നിട്ടൊരു കൈ മേലെ വെച്ചൂടെ? ആ ശരീരത്തിലെ ടച്ച്, സ്പർശനമാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അവൻ്റെ ശരീരത്തിലൊന്ന് തൊട്, നെറ്റിയിലൊന്ന് തൊട്, മുടിയിഴകളൊന്ന് വാടി ഒതുക്ക്. എന്നിട്ട് മോനെ എന്ന് വിളിക്ക്. ഇല്ല കൂട്ടണ്ട. രാവിലെ തുടങ്ങി ഇല്ല കൂട്ടൽ. എണീക്കുന്നില്ലേ? പല്ല് തേക്കുന്നില്ലേ? കുളിക്കുന്നില്ലേ? പഠിക്കുന്നില്ലേ? സ്കൂളിൽ പോകുന്നില്ലേ? എന്തിനാ ഈ നെഗറ്റീവ് കൂട്ടുന്ന? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു നിശ്ചിത പ്രായമെത്തിയാൽ കുട്ടികൾക്ക് അനുസരണം എന്ന് പറയുന്നത് ബാധ്യതയാണ്. സ്വയം അവൻ ചെയ്യുമ്പോൾ അവന് ഇഷ്ടമാണ്. എന്നാൽ വേറെ ആൾ പറഞ്ഞിട്ടാ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അവനതിന് മനസ്സ് കൊടുക്കില്ല. അവൻ്റെ ഉള്ള് ഒരു 5ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് ഉള്ളു ഉണരാൻ തുടങ്ങും. ഈ ഉള്ള് എങ്ങനെയാണ് ഉണരുന്നത്? ഹോർമോണിൻ്റെ ശക്തിയാണ്. ഏറ്റവും കൂടുതൽ ശക്തമായ ഹോർമോണാണ് നമ്മുടെ കുട്ടികളിൽ. കൗമാരപ്രായം ആരംഭിക്കുന്നത് ഇപ്പം വളരെ നേരത്തെയാണ്. നമ്മളെല്ലാം പഠിക്കുന്ന കാലത്ത് 10ാം ക്ലാസ്സിലെത്തുമ്പേ ചെറിയ പ്രേമെല്ലാം ഉണ്ടാവും. അത് പ്രേമം വന്നാൽ തന്നെ പറയാൻ ധൈര്യമില്ലാതെ ആരാദ്യം പറയും എന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ അവസാനം സെൻഡ് ഓഫ് ആയ ദിവസം ഇനിയിപ്പോൾ കാണുക, അപ്പാട് ഓട്ടോഗ്രാഫ് എഴുതി, കര കടലിനെ മറന്നാലും കടൽ കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല എന്ന് എഴുതി 2 ബൈക്ക് പോയി. അന്ന് ഫേസ്ബുക്കും ഇല്ല, വാട്സപ്പും ഇല്ല, ഒന്നുമില്ല. ഇനി ഒരു വിവരമില്ല. പാള കീറിപ്പോയി, മൂര് മറിഞ്ഞും പോയി. ഇപ്പോൾ വീണ്ടും നല്ല ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ വീണ്ടും ആ ഹോർമോൺ തിരിച്ചു വന്നതാ. പഴയതിനെല്ലാം അന്വേഷിച്ച് പുറപ്പെട്ടിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളോട് സംഗമാ എല്ലാടിയും അല്ലേ? അതാണ്. എന്നാൽ അന്ന് നമ്മൾക്ക് ഹോർമോൺ ഉണ്ടാകാൻ എന്താ
നല്ല ഭക്ഷണം, ഉച്ചക്കെന്താ കറി, ചക്കക്കുരു വെള്ളരിക്ക പോലൻ, രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു പോലൻ. ഇതിനെ കൊണ്ട് എന്ത് ഹോർമോണാ? ഇന്ന് എത്രയാ ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങൾ? എത്ര തേങ്ങ നമ്മൾ ബാല്യത്തിൽ അരച്ച തേങ്ങയുടെ എത്ര ഇരട്ടി തേങ്ങ നിങ്ങളുടെ വീട്ടിൽ അരക്കുന്നു? എത്ര വെളിച്ചെണ്ണ കൂടുതൽ ഉപയോഗിക്കുന്നു? എത്ര പാം ഓയിലും സൂര്യകാന്തി ഉപയോഗിക്കുന്നു? എത്ര ഇറച്ചിയും മീനും തിന്നുന്നു? ആലോചിച്ച് നോക്കട്ടെ, എത്ര ഇറച്ചിയും മീനും കൂടുതൽ തിന്നുന്നു? ഈ ഇറച്ചിക്ക് എന്തെല്ലാം ഭാവങ്ങൾ വന്നു. നമുക്കെല്ലാം 100 പേരുണ്ടെങ്കിലും അല്ലേ, ആയിരക്കണക്കിന് പേരുണ്ട്, മരിച്ച ഒരു പേരേ ഉള്ളൂ, എന്ത് ശവം അല്ലേ മയ്യത്ത്. എന്നാൽ കോഴീൻ്റെ കാര്യം എന്തൊരു ഭാഗ്യമാണ്, മരിക്കുന്നവരെ കോഴീന്നേ പേരുള്ളൂ, മരിച്ച 28 പേരുണ്ട്. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ പറന്നടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് 28 പേരുണ്ട്. ഇത് മുഴുവൻ കുട്ടികൾ കഴിക്കുകയല്ലേ. അതിൻ്റേതായ സ്വഭാവം അവൻ്റെ ഉള്ളിലുണ്ടാകും. ഒരു മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് അവൻ്റെ ഹോർമോണുകളാണെന്ന് ഞാൻ കണ്ടെത്തിയതല്ല, മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ കണ്ടുപിടുത്തം അത്. ഇതിനെ നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ തയ്യാറാവണം. ആ ഹോർമോണുകൾ ഉണ്ടാവുകയാണ്. ആ ഹോർമോൺ 5ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് മല്ലികാബാണൻ തൻ്റെ വില്ലെടുക്കും, മന്ദാരമലർ കൊണ്ടു ശരം തൊടുക്കും. 5ാം ക്ലാസ്സിലെ കുട്ടി പ്രപ്പോസ് ചെയ്യാ, അറിയോ? UP സ്കൂളിലെ കുട്ടികൾ പ്രപ്പോസ് ചെയ്യാ. അത് അവൻ്റെ കുറ്റമല്ല. അവൻ്റെ ഹോർമോൺ അവനെ നിയന്ത്രിക്കുക, അവൻ്റെ മനസ്സിനെ, അവൻ്റെ ചലനങ്ങളെ നിയന്ത്രിക്കുക. അപ്പം ആ സമയത്ത് അവന് സംസ്കാരത്തിൻ്റെ മുയൽ ഉറങ്ങുകയും അവൻ്റെ ശരീരത്തിൻ്റെ ചോദനകളായ മൃഗതൃഷ്ണയാകുന്ന ആമ മുയലിനെ മറികടക്കുകയും ചെയ്യുന്നു. ഈ ആമയും മുയലും പന്തയം വെച്ച കഥ കേൾക്കാത്ത ലോകത്തൊരു കുട്ടിയുമില്ല. ആ കഥയിൽ മുയൽ കുതിച്ചോടിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആമ വളരെ പുറകിൽ വരിക. അപ്പോൾ ഒന്ന് വിശ്രമിച്ച് ഉറങ്ങിപ്പോയി. ഉറക്ക് തെളിയുമ്പോൾ ആമ പോയി സമ്മാനം വാങ്ങിയിരിക്കുന്നു. പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും എന്ന് നമുക്ക് മാഷന്മാർ ഒരു ഗുണപാഠം തന്നു, തീർന്നു. എന്നാൽ ഈ ആമ നമ്മുടെ ശരീര, മുയൽ മനസ്സാ. ഈ മത്സരത്തിൽ മുയൽ കുതിച്ചോടും. എന്തൊരു ബുദ്ധിയ കുട്ടികൾക്ക്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ 600-ൽ 360 എന്ന് പറഞ്ഞാൽ 60% മാർക്ക് കിട്ടിയാൽ ഫസ്റ്റ് ക്ലാസ്. ഇന്നത് ആർക്ക് വേണം? A+ ഇല്ല, A ഇല്ല, B+ ഇല്ല, വെറും B മാത്രം അന്നത്തെ ഫസ്റ്റ് ക്ലാസ്. എന്തൊരു ബുദ്ധിയാണ് നമ്മുടെ കുട്ടികൾക്ക്. നമ്മുടെ 10 ഇരട്ടി കുട്ടികൾ പഠിക്കുന്നില്ലേ, എന്നിട്ട് കുറ്റം എപ്പം നോക്കിയാൽ ഇന്നത്തെ കുട്ടികൾ അങ്ങനെ ഇങ്ങനെ കുറ്റം പറയിൽ. തന്ത വൈബ്. നമ്മളെക്കാൾ നന്നായി കുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ആ പഠനത്തിൻ്റെ കൂടെ ചേർക്കേണ്ട സാധനങ്ങൾ ചേർക്കാതെ, നിങ്ങൾ ചേർത്ത് കൊടുക്കാതെ, എന്നിട്ട് അവൻ വഴിതെറ്റുമ്പോൾ അവനെ കുറ്റം പറയാൻ നമുക്കെന്ത് അധികാരം? നമുക്കെന്ന് ഞാൻ പറയാൻ കാരണം, ഇപ്പം +2 കഴിഞ്ഞൊരു മോൻ എനിക്കുണ്ട്. ഇപ്പം BSc MSc ഇൻ്റഗ്രേഷൻ കോഴ്സിന് പഠിക്കുകയായിരുന്നു. ഇപ്പം ചേർന്നേ ഉള്ളൂ. ആ അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അവൻ്റെ ഭക്ഷണവും ശരീരവും വസ്ത്രവും കോളേജ് ഫീസും സ്കൂൾ ഫീസും കൊടുത്താൽ നമ്മൾ രക്ഷിതാവുന്നില്ല. അവൻ്റെ ജീവിതത്തിലേക്ക് കയറി ഇടപെടണം നമ്മൾ. എങ്ങനെ ജീവിതത്തിലേക്ക് കയറി ഇടപെടണ്ടേ? അവൻ്റെ ശരീരം മനസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നു. ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോൾ മനസ്സ് കുതിച്ചോടി മുയൽ. പക്ഷെ ഒരു നിശ്ചിത പ്രായം എത്തുമ്പോൾ ഈ മുയൽ ഉറങ്ങുന്നു, ശരീരം തീരുമാനിക്കുന്നു. എവിടുന്നെങ്കിലും ഒരു പെണ്ണ് ചിരിച്ചാൽ, ഒരു ചെക്കൻ ചിരിച്ചാൽ, ഒരു ചിരി കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ അത് മതി, പിന്നെ 2 ആഴ്ച ഉറക്കുണ്ടാവില്ല, പോയി. ആമ പോയി. ആമയെ പോലെയല്ലേ നമ്മളെ ശരീരം. പക്ഷിമൃഗാദികളെ അപേക്ഷിച്ച് നമ്മുടെ കുട്ടികളുടെ ശരീരം ആമയെപ്പോലെ മെല്ലെയല്ലേ. ഒരു പശു പ്രസവിച്ചാൽ അരമണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് ഓടും. നിങ്ങൾ ആരെങ്കിലും പ്രസവിച്ചിട്ട് അരമണിക്കൂർ കൊണ്ട് ഓടിയ മക്കളുണ്ടോ? 6 മാസം കഴിഞ്ഞു കമിഴ്ന്ന് കിടക്കാൻ അംഗൻവാടി LKG പോകുമ്പോൾ 3 വയസ്സായി. 3ാമത്തെ വയസ്സിൽ പശു പ്രസവിച്ചിട്ടൊരമ്മയാ. ഇവിടെ 10ാം ക്ലാസ് പഠിക്കുന്ന രക്ഷിതാക്കൾ ആലോചിച്ചോക്കട്ടെ, നിങ്ങളുടെ കുട്ടിയുടെ പ്രായമുള്ളൊരു പശുവിനെ ചെന്ന് നോക്കിയട്ടെ. 15 വയസ്സുള്ള പശു 12 പെറ്റിട്ട് പ്രസവം നിർത്തിയിട്ടുണ്ടാവും ഇല്ലേ? നമ്മുടെ മക്കളുടെ ശരീരം ആമയെപ്പോലെ വളരുന്നു, മനസ്സ് മുയലിനെ പോലെ കുതിക്കുന്നു. പക്ഷേ ഈ ഹോർമോൺ ഉൽപാദനം തുടങ്ങുമ്പോൾ, കൗമാരപ്രായം അഡോളസെൻസ് ആണ്. അഡോളസെൻസ് പീരീഡ് എന്നാ പറയാ. അഡോളസെൻസ് പീരീഡ് എന്ന് പറഞ്ഞാൽ അഡോളസെൻസ് ആണ്. ആരാ വിളിക്കുന്ന അവരുടെ കൂടെ പോകും. ഡോൾ അങ്ങനെയല്ലേ, വിൽക്കാൻ വെച്ചിരിക്കുന്ന ഡോള്. പാവക്ക്
എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണമെന്ന് സ്വന്തമായി തീരുമാനമില്ല. ആരാ വിളിക്കുന്നവരുടെ കൂടെ പോകും. ആ പ്രായത്തിൽ എഡോൾ സെൻസാ, പരിഗണന ആര് തരുന്നോ, പോസിറ്റീവ് പരിഗണന ആര് തരുന്നോ അവരുടെ കൂടെ പോകും. ചില കുട്ടികൾ ചാടിപ്പോയിട്ട് പറയാറുണ്ട്, എല്ലാം എത്ര നല്ല മനുഷ്യനയാൾ, എത്ര നല്ല അമ്മയാണവർ, എല്ലാം ചെയ്തു കൊടുക്കുന്നില്ലേ, എന്നിട്ടും അവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ ആ പെണ്ണ് പോയി കളഞ്ഞില്ലേ എന്ന് പറയുന്നത് ഒരു അത്ഭുതമല്ല. കാരണം അവൾക്ക് വേണ്ടത് അവളുടെ സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാൻ, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാൻ, ആശതൻ തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങൾ പങ്കുവെക്കാൻ ഒരാളെ അന്വേഷിക്കുമ്പോഴാണ് നിങ്ങൾ തന്ത വൈബും കൊണ്ട് എണീക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ശത്രുപക്ഷത്തേക്ക് മാറും. നിങ്ങൾ സ്വയം ശത്രുപക്ഷത്തേക്ക് പോകല്ല. നിങ്ങൾ അവൻ്റെ പക്ഷത്ത് നിൽക്ക്, അവളുടെ പക്ഷത്ത് നിൽക്ക്. പക്ഷത്ത് നിൽക്കണം. അല്ലെങ്കിൽ ആമ പോവും, ഒരു കൊല്ലം കഴിയുമ്പോൾ ട്രോഫി വാങ്ങി വരും. ആമ പോയിട്ട് ഒരു കൊല്ലം കഴിയുമ്പോൾ ട്രോഫി എടുത്ത് വരുന്നില്ലേ, ഇവൻ വെറും കഞ്ചാവാ, ഞാനിപ്പോൾ ഇനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അബദ്ധത്തിലേക്ക് നമ്മുടെ കുട്ടികൾ ചാടിപ്പോകുന്നു. പോകാതിരിക്കാൻ അവൻ്റെ മനസ്സ് വളർത്താൻ എന്താ വേണ്ടത്? ആ മനസ്സ് വളർത്തണമെങ്കിൽ ആ മനസ്സ് വളരാനുള്ള ആകാശം നിങ്ങളുടെ വീട്ടിലുണ്ടാവണം. ഒരു ചെടി വളരണമെങ്കിൽ, ഒരു കായ വളരണമെങ്കിൽ അതിനാവശ്യമായ ആകാശം ഉണ്ടാക്കണം. മത്തങ്ങ കൃഷി ചെയ്താൽ പൂവിൽ നിന്ന് പുറത്തു വരുന്ന ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ആദ്യം ഒരു കായ ഉണ്ടാവും, മത്തൻ കായ. ആ മത്തൻ നിങ്ങളൊരു മൺകലത്തിൽ ഇട്ട് വെക്കുക, ചെടിയിൽ നിന്ന് പറിക്കാതെ തന്നെ ഇട്ട് വെക്കണം. എന്നിട്ട് ചെടിക്ക് നല്ലോണം വെള്ളവും കൊടുത്തു നോക്കൂ. മത്തം വളരുന്നു, മൺകലം വളരുന്നില്ല. ഒന്നുകിൽ മൺകലം പൊട്ടും, അല്ലേ മത്തം കിട്ടുമോ? നിങ്ങളാണ് ഈ മൺകലം. നിങ്ങൾ മൺകലമാണോ? മൺകലമാകരുത്. നിങ്ങളതിനെ പൊതിഞ്ഞു വെക്കുക, വളരാൻ അനുവദിക്കാതെ പൊതിഞ്ഞു വെക്കുന്നു. അപ്പം നിങ്ങളെ ധിക്കരിക്കും, മൺകലം പൊട്ടിക്കും, കുട്ടി പുറത്തു പോകും. ഇനി ഭയങ്കര അങ്ങനെ പൊട്ടിക്കാൻ ഞാൻ വിടില്ല, ഞാൻ അങ്ങനെ അച്ചടക്കത്തിൽ പൊറ്റിയോനാ. മൺകലത്തിന് നല്ല ഉറപ്പുണ്ട്, പക്ഷെ മത്തം കെട്ടുപോകും. മനസ്സിലായോ? കുട്ടി വളരുന്നതിന് ആനുപാതികമായി വളരേണ്ടത് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാഹചര്യവുമാണ്. നിങ്ങളുടെ കുട്ടി വളരുന്നത് നിങ്ങളുടെ വീട്ടുമുറ്റത്തല്ല, നിങ്ങളുടെ കിടക്കയിലല്ല, നിങ്ങളുടെ റൂമിലല്ല, അടുക്കളയിലല്ല. നിങ്ങളുടെ കുട്ടി വളരുന്നത് നിങ്ങളുടെ മനസ്സിലാണ്. നിങ്ങളുടെ മനസ്സ് വലുതായാൽ നിങ്ങളുടെ കുട്ടിയും വളരും. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ, അല്ലേ? മനസ്സിൻ്റെ മടിയിലെ മാന്തളിരുണ്ടോ നിങ്ങളുടെ മനസ്സിൽ? മാന്തളിരിൻ്റെ പ്രത്യേകത അത് സോഫ്റ്റനാണ്, അല്ലേ? നിങ്ങളുടെ ബന്ധം സോഫ്റ്റനാണോ വീട്ടിൽ മക്കളുമായിട്ട്? എങ്ങനെയാ സോഫ്റ്റനാവേണ്ടത്? ചപ്പാത്തി സോഫ്റ്റനാക്കാനും ഇഡ്ഡലി സോഫ്റ്റനാക്കാനും പല സൂത്രവും അറിയാലോ. നിങ്ങളുടെ വീട്ടിലെ അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം ആണോ? സോഫ്റ്റനാവാൻ എന്ത് വേണം? SOFTEN. എൻ്റെ സ്പെല്ലിംഗ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം നമുക്ക്. എസ് എന്ന് പറഞ്ഞാൽ സ്മൈല്, അത്രയും ഉണ്ട്. ഒരു ടാക്സും അടക്കണ്ടല്ലോ. ഒന്ന് പുഞ്ചിരിക്കാൻ ചൂട് നമുക്ക്. അയൽവാസികളോടും നാട്ടുകാരോടല്ല എന്തെല്ലാം പുഞ്ചിരിച്ച് നിങ്ങൾ സംസാരിക്കുന്നു. എന്നാ മക്കളോടോ? എന്താടാ പഠിക്കാത്തത്? എന്താടാ നീ ഷർട്ട് അലക്കാത്തത്? മുഖം കറുത്തിട്ടല്ലേ നിങ്ങളെപ്പോഴും മക്കളോട്? ഒന്ന് പുഞ്ചിരിച്ചൂടെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ? പുഞ്ചിരിക്കാം. മനസ്സില്ലെങ്കിൽ ബോധപൂർവം ചിരി ഫിറ്റ് ചെയ്യും. പുഞ്ചിരിക്കുന്ന അച്ഛനും അമ്മയുള്ള വീട്ടിലെ കുട്ടികൾക്ക് നല്ല മനസ്സുണ്ടാവും. രാവിലെ തന്നെ ഉണർന്നു വരുമ്പോൾ പുഞ്ചിരിയോടുകൂടി മക്കളെ സ്വീകരിക്കും. ചിരിക്കാൻ ടാക്സ് അടക്കണ്ട ആണോ? കഴിഞ്ഞ ദിവസം ഒക്ടോബർ 1 വയോജന ദിനത്തിന് എൻ്റെ നാട്ടിലൊരു സ്കൂളിലൊരു പരിപാടി ഉണ്ടായി. ഈ പരിപാടിക്ക് എന്താ പരിപാടി എന്നറിയോ? ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ സംഘം. എൻ്റെ അമ്മോ, എത്ര ആൾ കിട്ടിയ ചാൻസ് അല്ലേ. ഇവർ എവിടെയും വിളിക്കാറില്ല, അച്ഛനും അമ്മേനല്ലേ വിളിക്കൂ. അച്ഛനും അമ്മയും ഒരു കുട്ടിക്ക് 2 ആളല്ലേ ഉണ്ടാവും. അത് മിക്കവരും അച്ഛൻ വരുന്നുണ്ട് അമ്മ പോവില്ല, അമ്മ വരുന്നുണ്ട് അച്ഛനും പോവില്ല, ഒരാളെ വരൂ. പക്ഷെ ഗ്രാൻഡ് ഫാദർ 4 ഉണ്ടാവും. അച്ഛൻ അമ്മയുണ്ടാവും, അച്ഛനും ഉണ്ടാവും, അമ്മക്ക് അമ്മയുണ്ടാവും, അമ്മേൻ്റെ അച്ഛനുണ്ടാവും. ഇവർ മിക്കവരും വന്നിട്ട് ഇരിക്കാൻ സ്ഥലമില്ല. അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോൾ ഹെഡ് ടീച്ചർ പ്രസംഗിക്കുക, മക്കളെ
ഈ പ്രായമുള്ള ആളുകളെ നിങ്ങൾ പരിഗണിക്കണം, സ്നേഹിക്കണം, സഹായിക്കണം കേട്ടോ. ആ കൂട്ടത്തിൽ ടീച്ചർ സ്ഥിരം ഒരു ക്ലീഷേ ഉദാഹരണം പറഞ്ഞു. പഴുത്ത പ്ലാവിലെ വീഴുമ്പോൾ പച്ചപ്ലാവിലെ ചിരിക്കും അല്ലേ? പക്ഷെ പച്ചപ്ലാവിൽ ഇതുപോലെ പഴുത്തു വീഴുമെന്ന് ഓർക്കണം, അതുകൊണ്ട് ചിരിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റൊരു സംശയം, ടീച്ചറെ ഒരു സംശയം, എന്താ പഴുത്ത പ്ലാവിലെ വീഴുമ്പോൾ പച്ചപ്ലാവിലെ ചിരിക്കാതിരുന്നാൽ പഴുക്കാണ്ടിരിക്കുമോ? എന്തായാലും പഴുക്കൂലേ, പിന്നെ ചിരിക്കുന്നില്ലേ നല്ലത്. മനസ്സിലായോ? ഇന്നത്തെ കുട്ടികൾ എന്തൊരു ബുദ്ധിയാണ്, എന്തൊരു ബുദ്ധിയാണ്. ഞാൻ അത്ഭുതത്തോടു കൂടി എൻ്റെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് ചേർന്ന എൻ്റെ മോൻ കഴിഞ്ഞ ദിവസം എനിക്ക് വലിയൊരു പ്രൊജക്റ്റ് ഏൽപ്പിച്ചിട്ടുണ്ട്. അവനെ രാത്രിയിൽ പഠിപ്പിച്ചു കൊടുക്കണം. എന്ത്? പുരുഷ സൂക്തവും ക്വാണ്ടം ഫിസിക്സിലെ ക്വാണ്ടം തിയറിയും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടോയെന്ന് കണ്ടെത്തി എനിക്ക് പറഞ്ഞു തരണം. അവനെന്നെ ഏൽപ്പിച്ചതാ. ഞാനിപ്പോൾ അത് പഠിക്കുക, പുരുഷ സൂക്തം പഠിച്ചുകൊണ്ടിരിക്കുക. പുരുഷ സൂക്തവും ഫിസിക്സിലെ ക്വാണ്ടം തിയറിയും തമ്മിൽ എന്താ? ഞാനൊക്കെ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ എന്തെന്നാ ഈ സംഭവം എന്ന് അന്വേഷിച്ചിട്ടുണ്ട്. എന്തൊരു ബുദ്ധിയാണ്. അതുകൊണ്ട് അവരുടെ ബുദ്ധിക്കനുസരിച്ച് നമ്മൾ നിന്ന് കൊടുക്കുക, ചിരിക്കുക. അല്ലാതെ അവർ പറയുന്നത് വാങ്ങിക്കൊടുക്കലും പറയുന്നത് വിളമ്പിക്കൊടുക്കലും അല്ല. രക്ഷകർത്തൃത്വം അവരുടെ ബുദ്ധിക്കനുസരിച്ച് നിങ്ങൾ മാറണം. അല്ലാതെ അവരുടെ ശരീരത്തിനനുസരിച്ച്, ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചേ നിങ്ങൾ മാറിയിട്ടുള്ളൂ. അവൻ്റെ ബുദ്ധിക്കനുസരിച്ച് നമ്മൾ പണ്ടത്തെ സങ്കല്പത്തിൽ നിൽക്കുക. അതുകൊണ്ട് പുഞ്ചിരിക്ക് അത്രേ വേണ്ടൂ കുട്ടികൾക്ക്. ചില കുട്ടികൾക്ക് അത്രേ വേണ്ടൂ. ഒരു പുഞ്ചിരി കണ്ടാൽ മതി, ഒരു ചിരി കണ്ടാൽ അത് മതി. രണ്ടാമത്തത് ഓപ്പൺ ഹേർഡ്, ഹൃദയം തുറന്ന് വർത്തമാനം പറയണം. വട്ടത്തിലിരുന്നിട്ട് പോസിറ്റീവായ വർത്തമാനങ്ങൾ ഉണ്ടാവണം. വീട്ടിലിരുന്നിട്ട് എന്താ പറയുക? കുടുംബത്തിലുള്ള ഓരോ കുറ്റങ്ങൾ പറയും. വഴിയിലൂടെ ആരാ പോകുന്നത്? ആ ബഷീറാ, മഹാവൃത്തി കേട്ടോനാ. പിന്നെ ആരാ പോകുന്ന? കുഞ്ഞിരാമൻ, അതായത് പോക്കാ. സെബാസ്റ്റ്യൻ ഒന്നിനും കൊള്ളൂല. പഞ്ചായത്ത് മെമ്പർ മഹാബദ്ധം. പഞ്ചായത്ത് പ്രസിഡന്റ് അയ്യോ. MLA കഷ്ടം. മന്ത്രിമാരെല്ലാം ഭക്ഷണന്മാർ. മുഖ്യമന്ത്രി ഭീകരൻ. പ്രധാനമന്ത്രി അതിലും ഭീകരൻ. എല്ലാവരും മോശം. ഒരാളേ ഉള്ളൂ നല്ല ലോകത്ത്. അതാരാ? നമ്മൾ മാത്രം. ഞാൻ മാത്രമേ നല്ലതുള്ളൂ. ഈ ചർച്ച കേട്ടിട്ടാണ് നമ്മുടെ കുട്ടികൾ, ഇപ്പോൾ നമ്മുടെ യുവാക്കൾ അധികത്തിൻ്റെയും മനഃശാസ്ത്രം എന്താണെന്നറിയോ? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. ഈ ഭാവം വരുന്നതുകൊണ്ടാണ് ഈ ചർച്ചകളിലൂടെയാണ്. അതിൻ്റെ ദുരന്തം അറിയോ നിങ്ങൾ? ഈ ഭാവം കൂടിയവരുടെ എണ്ണം കൊണ്ട് ദുരന്തം. മുണ്ടക്കൈയിലും ചൂരൽമലയിലും വയനാട്ടിലെ ദുരന്തത്തിൽ 400 ആളാ മരിച്ച്. എന്നാൽ ഈ ഭാവം കൊണ്ട് കേരളത്തിൽ കഴിഞ്ഞ 2024 കഴിഞ്ഞ വർഷം മരിച്ചത് 4217 പേർ മരിച്ചു. ഈ ഭാവം കൊണ്ട്. അറിയോ? നിങ്ങൾ ആരും ശ്രദ്ധിച്ചോ അത്? കേരളത്തിൽ ആ ദുരന്തത്തെ പറ്റി വേണ്ടത്ര ചർച്ച ചെയ്തില്ല. 4217 ആൾ മരിച്ചത് റോഡപകടങ്ങളിലാണ്. എങ്ങനെയാണ് റോഡപകടങ്ങൾ ഉണ്ടായത്? ബ്രേക്ക് ഫെയിലായിട്ടല്ല, ആക്സിൽ മുറിഞ്ഞു പോയിട്ടല്ല, ഗിയർ ബോക്സ് സ്റ്റക്കായിട്ടല്ല. ഈ ഓടിക്കുന്ന ചെറുപ്പക്കാരൻ്റെ അഹന്തയും അശ്രദ്ധയും. എനക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ട. എൻ്റെ തറവാടാ ഈ റോഡ്. ഞാൻ ഇഷ്ടമുള്ളതിൽ പോവും, ഞാൻ ഇഷ്ടമുള്ള സ്പീഡ് പോവും എന്ന അഹന്തയാണ്. നിങ്ങളുടെ മക്കളെ ഈ ശരീരമെല്ലാം പോറ്റി വലുതാക്കിയിട്ട് അവൻ ഏതെങ്കിലും ആക്സിഡൻറ്റിൽ പെട്ടുപോയാൽ തീർന്നില്ലേ? അതുകൊണ്ട് അവൻ ആദ്യം കൊടുക്കേണ്ടത് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന മനോഭാവം മാറ്റിയിട്ട് ഡെമോക്രാറ്റിക് ബോധമുണ്ടാക്കി കൊടുക്കും കുട്ടിക്ക്. എന്താണത്? സുഗതകുമാരി ടീച്ചറുടെ ഒരു വരിയുണ്ട്. പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളുമുണ്ടിവിടെ. ഈ ലോകത്ത് പരുക്കനായ ഒരുപാട് വിഷയങ്ങളുണ്ടെങ്കിലും പൂന്തോട്ടങ്ങളുമുണ്ട്. പൂന്തോട്ടങ്ങളെ കാട്ടിക്കൊടുക്ക്, പൂന്തോട്ടങ്ങളെ കാട്ടിക്കൊടുക്ക്. നല്ല കാര്യങ്ങൾ. അക്കാര്യത്തിൽ നിങ്ങൾ പരാജയമാണ്. ഞാൻ തെളിവ് തരാം. നമ്മുടെ വീട്ടിലെല്ലാം പത്രം വാങ്ങുന്നുണ്ട്. തൂങ്ങിച്ചത്ത്, കിണറ്റ് തുള്ളിയത്, പീഡിപ്പിച്ചതെല്ലാം വായിക്കുന്നുണ്ട്. എന്നാൽ എഡിറ്റോറിയൽ പേജ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അറിയാമോ? എഡിറ്റോറിയൽ പേജ്. അത് നിങ്ങൾ വായിക്കാറുണ്ടോ? മക്കൾ വായിക്കാറുണ്ടോ? ഗൗരവതരമായിട്ട് നിങ്ങൾ ചിന്തിക്കണം. അത് ഇതൊന്നും വായിച്ചു കൊടുക്കാതെ പോട്ടെ, ഏതൊക്കെ പുസ്തകം നിങ്ങൾ വായിക്കാറുണ്ടോ? മക്കളെയും കൂട്ടിയിട്ട് ഉത്സവത്തിന് പോകാറില്ലേ? ടൂർ പോകാറില്ലേ? വിവാഹത്തിനും ചടങ്ങുകൾക്കെല്ലാം പോകാറില്ലേ? നിങ്ങൾ മക്കളെയും കൂട്ടിയിട്ട് ഒരു വായനശാലയിൽ പോകുന്ന ശീലമുള്ള എത്ര ആളുണ്ടൊന്ന് കൈ ഉയർത്തിയ? ഒരു വായനശാലയിൽ കുട്ടികളെയും കൂട്ടി പോയിട്ടുണ്ടോ? ഒന്ന് കൈ ഉയർത്ത്. ഒരാൾ കൈ ഉയർത്തി.
മൂന്നാളെ കയ്യർത്തി. 3 ആളാ പോയേ. അവിടെ നിങ്ങളെ മക്കളെയും കൂട്ടി പോകേണ്ട സ്ഥലമല്ലേ? നിങ്ങൾ ടൗണിൽ പോയിട്ട് ഒരു 10,000-20,000 ഉറുപ്പികയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ 1% 10,000 ഉറുപ്പികക്ക് സാധനം വരുമ്പോൾ 100 ഉറുപ്പികക്ക് പുസ്തകം വാങ്ങുന്ന ശീലമുണ്ടോ? പൈസ കൊടുത്തിട്ട് ബുക്ക് സ്റ്റാളിൽ പോയിട്ടൊരു പുസ്തകം വാങ്ങാൻ മോനെ ശീലമുണ്ടോ? നിങ്ങൾ തിന്നാൻ വാങ്ങിക്കൊണ്ടച്ച സാധനമില്ലേ മക്കൾക്ക്? പലതും എന്തെല്ലാം ഐറ്റങ്ങളാണ് കൊടുക്കുന്നത്. അതെല്ലാം പിറ്റേന്ന് ഫ്ലഷ് അമർത്തിയ പാതാളത്ത് പോയില്ലേ? എന്നാൽ പുസ്തകം വാങ്ങിയാൽ അതവിടെ കിടക്കൂലേ? അവൻ്റെ മനസ്സ് കിടക്കൂലേ? ശീലമില്ല. എന്നിട്ടും പിന്നെ നിങ്ങൾക്ക് എന്താ ഈ കുട്ടികളെല്ലാം മൊബൈലാണ്, ഗെയിം കളിയാണ്, കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് എന്ത് അധികാരം? അവൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് ഒന്നും നിങ്ങൾ ചെയ്തില്ല. നിങ്ങൾ ഓപ്പൺ ഹേർട്ട്, ഹൃദയം തുറന്ന് വർത്തമാനം പറയൂ. അവൻ പറയുന്നത് കേൾക്കൂ, നിങ്ങൾ അങ്ങോട്ട് പറയൂ, നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യൂ. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ഞാനും കുഴപ്പമില്ല, നിങ്ങളും കുഴപ്പമില്ല എന്ന ചില കുട്ടികൾക്ക് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. അതെങ്ങനെയാ? നിങ്ങളുടെ കുടുംബക്കാരോ അയൽവാസികളോ നാട്ടുകാരോ അധ്യാപകരോ മക്കൾ എങ്ങനെയുണ്ട്, പഠിക്കുവോ, മോള് പഠിക്കുവോ, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങളെന്താ മറുപടി? എന്ത് പഠിപ്പ്, എപ്പോൾ മൊബൈൽ കളിയല്ലേ? ചേട്ടാ, നിങ്ങളുടെ മക്കളെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുന്നിൽ അപമാനിക്കാൻ നിങ്ങൾക്ക് ആരെ അവകാശം തന്ന്? പൂതനമാരല്ലേ നിങ്ങൾ? കംസന്മാരല്ലേ? സ്വന്തം മക്കളെ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കരുത്. അവനുകൊണ്ട് പേഴ്സണാലിറ്റിയും അവനുകൊണ്ട് വ്യക്തിത്വവും അഭിമാനവും. അവരെ നിങ്ങൾക്ക് വിമർശനമുണ്ടോ? മുഖത്ത് നോക്കി പറയൂ. മറ്റുള്ളവരുടെ മുന്നിൽ മക്കളെ കൊച്ചാക്കരുത്. ഈ കൊച്ചാക്കുന്നത് കൊണ്ടാണ് ഞാൻ കുട്ടികളുടെ സർവേ എടുത്തിട്ട് പറയാ, അച്ഛനും അമ്മയിൽ നിന്നും കുടുംബത്തിൽ നിന്നും കുട്ടി അകന്നു പോകാൻ കാരണം അവൻ്റെ ദോഷമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, ഈ നാട്ടുകാരോട് നോട്ടീസ് അടിക്കണോ അമ്മയും അച്ഛനും എന്ന കുട്ടികൾ ഉള്ളിലുണ്ട്. പക്ഷെ പറയാത്തത് എന്താണെന്നറിയോ? നിങ്ങളുടെ മക്കൾ നിങ്ങൾ എതിർക്കാത്തതിൻ്റെ കാരണം അറിയണം. നിങ്ങൾ അറിയണം എന്താണെന്നറിയോ? അവന് താമസിക്കാൻ വേറെ വീടില്ലാത്തതുകൊണ്ടാ, അവന് തിന്നാൻ വേറെ കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ പറയുന്ന എല്ലാം കേൾക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ നിങ്ങളെ പേടിച്ചിട്ടല്ല, നിങ്ങൾ പറയുന്നത് ശരിയായതുകൊണ്ടല്ല. അവന് വേറെ സാഹചര്യമില്ല. അത് നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത്. അവൻ തന്നോളം വളർന്നാൽ താനെന്ന് വിളിക്കണം എന്നൊരു ചൊല്ലില്ലേ? അവൻ്റെ വ്യക്തിത്വത്തിന് അവൻ്റെ വളർച്ചക്കനുസരിച്ച് നിങ്ങൾ കൊടുക്കുന്ന പരിഗണനയും വളർന്നുകൊണ്ടിരിക്കണം. അവൻ വളരുന്നതനുസരിച്ച് ഷർട്ടിൻ്റെ തുണീൻ്റെ അളവ് കൂട്ടുന്നു ഇല്ലേ? അവന് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കൂട്ടുന്നു ഇല്ലേ? അവന് കൊടുക്കേണ്ട ഫീസിൻ്റെ അളവ് കൂട്ടുന്നു ഇല്ലേ? പക്ഷെ അവൻ്റെ മനസ്സിനും ഹൃദയത്തിൻ്റെയും അളവ് കൂട്ടി കൊടുക്കലുണ്ടോ? അത് പണ്ട് നമ്മളെ കുട്ടികളെല്ലാം പണ്ടത്തെ കുട്ടികളാണ്. അത് മാറ്റണം, നമ്മളാ മാറേണ്ടത്. അതുകൊണ്ട് ഓപ്പൺ ഹേർട്ട്, ഹൃദയം തുറന്ന് വർത്തമാനം പറയൂ. ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയൂ. ഏത് വലിയവനായാലും ഒന്ന് താഴണം. ഇപ്പം എൻ്റെ വീട്ടിലൊരു കുട്ടി വരും. ഞാൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണിപ്പോൾ. അപ്പോൾ കുട്ടി വന്നിരും, ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്, കുനിയില്ല, വാമോളെ എന്ന് പറഞ്ഞാൽ എനിക്ക് കുട്ടീനെ എടുക്കാൻ പറ്റുമോ? ഞാൻ കുട്ടിയിലേക്ക് താണാലല്ലേ കുട്ടി എന്നിലേക്ക് വരൂ. നിങ്ങൾ കുട്ടികളിലേക്ക് താഴാൻ തയ്യാറാവൂ. വൃത്തികെട്ട ഈഗോ അങ്ങ് ഒഴിവാക്കുക. മക്കളുടെ മുന്നിൽ എന്തിനാ ഈഗോ? ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയൂ. മക്കളോട് ദേഷ്യം വരുമ്പോൾ എന്താ വേണ്ടത്? ഒരു കുട്ടീനെ എടുത്തിട്ട് ഒരാൾ നടന്നു പോകുമ്പോൾ കുട്ടി ഭയങ്കര ചാഢ്യവും കരച്ചിലും. അപ്പോൾ ഈ കുട്ടിക്ക് അയാൾ അടങ്ങ് മാധവ എന്ന് പറഞ്ഞ് മിഠായി വാങ്ങിക്കൊടുത്തു. എന്നിട്ടും കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല. അപ്പോൾ അടങ്ങ് മാധവ എന്ന് പറഞ്ഞിട്ട് ചായയും കടിയും വാങ്ങിക്കൊടുത്തു. എന്നിട്ട് കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല. അടങ്ങ് മാധവ എന്ന് പറഞ്ഞിട്ട് കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തു. ഒരു മാറ്റമില്ല. അപ്പോഴല്ല അടങ്ങ് മാധവ എന്ന് പറഞ്ഞ് ഓരോന്ന് വാങ്ങിക്കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് കൂടെ ഒരാൾ നടക്കുന്നുണ്ട്. അയാൾക്ക് ദേഷ്യം വന്നു. ഇയാളോട് പറഞ്ഞു, ഞാനാണെങ്കിൽ ഇതിന് എന്തെങ്കിലും ചെയ്തു പോകും കേട്ടോ, നിങ്ങളെന്തൊരു ക്ഷമയാണ് കാണിക്കുന്നത്. എന്നിട്ട് കൂടെ നടക്കുന്ന ആൾ ഇയാളൊന്ന് സഹായിച്ചു കൊടുത്തു. കുട്ടിയോടൊന്ന് തട്ടിക്കയറി, എന്താ മാധവ, നിനക്ക് വേണ്ടതെല്ലാം വാങ്ങി തന്നിട്ട് നീ എന്താ മാധവ കരച്ചിൽ നിർത്താത്തത്? അപ്പോൾ അയാൾ പറഞ്ഞു, കുട്ടിയുടെ പേര് മാധവ എന്നല്ല, രാജേഷ് എന്നാണ്. കുട്ടിയുടെ പേരെന്താ? രാജേഷ്. പിന്നെ നിങ്ങൾ ആരോടെ ഈ അടങ്ങ് മാധവ എന്ന് പറഞ്ഞ ആരാ മാധവേ? അപ്പോൾ അയാൾ പറയാം, മാധവൻ ഞാൻ തന്നെയാണ്. എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയുന്ന അടങ്ങ് മാധവ. മനസ്സിലായോ?
മക്കളോട് ദേഷ്യം വന്നാൽ ഇനി ഒറ്റ വർത്താനം, എന്ത്? അടങ്ങ് മാധവ. ഇന്നത്തെ കുട്ടികളെ പേടിപ്പിച്ചിട്ടും ദേഷ്യം വന്നിട്ട് ഒരു തരിക്കവൻ അനുസരിക്കില്ല. പക്ഷെ അവൻ്റെ കൂടെ നിൽക്കും. ഓപ്പൺ ഹേഡ്, ഫോർവേഡ് ലീൻ, അവനിലേക്ക് താഴൂ. ടച്ച്, അവൻ്റെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ത്വക്കാണ്. ആ ത്വക്കിൽ സ്പർശിക്കണം. മേലെ ഒരു കൈ വെച്ചിട്ടേ വിളിക്കാവൂ. ഏത് ഗുരുത്തം കെട്ട കുട്ടിയും പൂച്ചയെ പോലെ അനുസരിക്കാൻ ഞാനൊരു സൂത്രം പറഞ്ഞേട്ടെ. കുപ്പായത്തിനുള്ളിൽ കൈയിട്ടിട്ട് പുറത്ത് ചൊറിഞ്ഞു കൊടുത്താൽ മതി, മാന്തി കൊടുക്കുക. ഏത് കുട്ടികളും. കാരണം പുറം കണ്ടുപിടിച്ച് തന്നെ ചൊറിയാനാന്നാ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞേ. കാരണം കൈകൊണ്ട് കാലുകൊണ്ട് എന്തല്ല ഉപകാരമുണ്ട്? ഈ പുറം എത്രയാ സ്പ്ലിന്തേരിയ പുറത്തിന്, ഒരു ഉപകാരമില്ലാത്ത സാധനം. അത് ചൊറിയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. നമ്മുടെ മക്കളെ തൊടണം. വാത്സല്യം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നാണ് പഠിച്ചോ നിങ്ങളിതുവരെ? നിങ്ങൾ ഇതുവരെ ധരിച്ചത് വാത്സല്യം എന്ന് പറഞ്ഞാൽ അൽഫാം, കിൻഡർ ജോയ്, കിറ്റ്കാറ്റ്, ഡയറി മിൽക്ക് എല്ലാം കൊണ്ടു കൊടുക്കലാന്ന് അല്ലേ? അല്ല. വത്സം എന്ന് പറഞ്ഞാൽ നെഞ്ച് എന്നർത്ഥം. വാത്സല്യം എന്ന് പറഞ്ഞാൽ ചേർത്ത്, നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നാണ്. നെഞ്ചോട് ചേർത്ത് പിടിക്കുക, കെട്ടിപ്പിടിക്കുക, അതാ വാത്സല്യം. കെട്ടിപ്പിടിക്കണം മക്കളെ, മുത്തം കൊടുക്കണം. കെട്ടിപ്പിടിക്കണം, മുത്തം കൊടുക്കണം. എത്ര വലുതായാലും അതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, നമ്മൾ തൊടണം മക്കളെ. ഇനി മക്കളെ തൊട്ടാൽ മതിയോ? നിങ്ങളും തമ്മിൽ തൊടണം. ഭാര്യയും ഭർത്താവും തൊട്ടുരുമിയിരിക്കുന്നത് മക്കൾ കാണണം. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ആർദ്രമായാൽ അത് കുട്ടികളുടെ സംസ്കാരത്തെ സ്വാധീനിക്കും. അച്ഛനും അമ്മയും അടുത്തിരുന്നിട്ട് കൈകൾ കോർത്ത് പിടിച്ച് ചുമലിൽ കൈവച്ച് വർത്തമാനം പറയുന്ന കാണുന്ന വീട്ടിലെ കുട്ടിക്ക് നല്ല മാനസികാരോഗ്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. എന്നാൽ നമ്മളെന്താ, നമ്മളൊന്ന് അടുത്തിരുന്ന് നോക്കിയിട്ട് നിങ്ങളെന്നാ കളിക്കുന്ന കുട്ടികൾ കാണൂലേ? കുട്ടികൾ കണ്ടാൽ നിങ്ങൾ കല്യാണം കഴിച്ചവരല്ലേ, അവർക്കറിയില്ലേ? നിങ്ങൾ പ്രേമിക്കുന്നത് കുട്ടികൾ കാണണം. അച്ഛനും അമ്മയും പ്രേമിക്കണം. കുട്ടികൾക്ക് പ്രേമത്തെ പറ്റി ഒരു തെറ്റിദ്ധാരണ കല്യാണം വരെയുള്ള തരികിട പരിപാടിയാണ്. കാരണം എന്താ? കല്യാണം വരെ 100 പ്രാവശ്യം ഐ ലവ് യു അയച്ചിട്ടുണ്ടാവും. കല്യാണം കഴിഞ്ഞിട്ട് ഒരു തവണ ഐ ലവ് യു എന്ന് പറയോ? ഐ ലൈക്ക് യു എന്ന് പറയോ? എന്താ പറയാത്ത? കല്യാണം കഴിച്ചാൽ എന്താ ഐ ലവ് യു പറയാത്തതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് ഒരു ക്ലാസ് എടുക്കുമ്പോൾ, എന്താ കല്യാണം കഴിഞ്ഞ ഐ ലവ് യു പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ സദസ്സൊന്നും ഒരുത്തന്നെ എണീറ്റിരുന്ന് പറയാ. അതെന്താ പറയാത്തതെന്നറിയോ? എന്താ? എലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ എന്ന്. എലക്ഷൻ്റെ പരിപാടി തട്ടിപ്പായി ഐ ലവ് യു അല്ലേ? മാതാപിതാക്കളെ, നിങ്ങൾ പരസ്പരം പ്രണയബദ്ധരായി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് കാണുന്ന കുട്ടികൾക്ക് അതിൻ്റെ മൂല്യമുണ്ടാകുമെന്ന് നിങ്ങൾ അറിയുക. പരസ്പരം തൊട്ടുരുമി ഇരുന്ന് നല്ല ബഹുമാനത്തോടെ സംസാരിക്കൂ. പല വീട്ടിലും ആണുങ്ങൾ പെണ്ണുങ്ങളെ അടിമയാക്കിയിട്ടാണ്. വലിയ സംസ്കാരമൊക്കെ ഉണ്ടാവും, പക്ഷേ ഈ വലിയ ആദർശമൊക്കെ പറയും. ഈ ആദർശം ചെരുപ്പ് പോലെയാ, പുറത്തിട്ട് നടക്കൂ. വീട്ടിൽ കയറുമ്പോൾ അതെല്ലാം അയച്ച് പുറത്തു വെക്കും. വീട്ടിൽ കയറുമ്പോൾ ഭാര്യ അടിമയാണ്. ഞാൻ കുടുംബശ്രീയിലൂടെ ഒരു സർവേ നടത്തിയിട്ട് ഞാൻ പറയട്ടെ, കേരളത്തിലെ 67% കുട്ടി പുരുഷന്മാരും 67% പുരുഷന്മാരും അവനവൻ്റെ അണ്ടർവെയർ പോലും അലക്കാത്ത ടീമാണ്. സ്വന്തം അമ്മേനെ, ഭാര്യേനെ, പെങ്ങളെ ഏൽപ്പിക്കുക അണ്ടർവെയർ അലക്കാൻ. ഇത് കാണുന്നില്ലേ കുട്ടി? എന്തൊരു വൃത്തികേടാണത്. ഒരു പുനരാലോചന വേണ്ടേ? ഇപ്പം ചില ആൾ വിചാരിച്ചിട്ടുണ്ടാവും ഇയാളെ കാലിനെ വിളിച്ച് ആപത്തായല്ലോ അല്ലേ? അത് കാണണം. അമ്മയെ സഹായിക്കുന്ന അച്ഛനെ കാണുന്ന കുട്ടിക്ക് നല്ല മൂല്യബോധം ഉണ്ടാവുന്ന അമ്മയെ സഹായിക്കുന്ന അച്ഛൻ. അല്ലാതെ ചായ അരവിന്ദൻ്റെ അതിഥികൾ എന്ന് പറഞ്ഞ സിനിമയിൽ വിജയരാഘവൻ്റെ റോളാ പലർക്കും. ചായ, അപ്പോൾ അമ്മ 1 അങ്ങനെ നമ്പർ എണ്ണുക, ചായ 2. ഇത്ര മനോഹരമായ രംഗാണിത് കേട്ടത്. ഹായ്. അപ്പോൾ പരസ്പരം ബഹുമാനിക്കുക. ടച്ച്. അടുത്തത് ഐ കോണ്ടാക്ട്. കണ്ണിൽ നോക്കി വർത്തമാനം പറയണം. വട്ടത്തിലിരുന്ന് മുഖത്ത് നോക്കി സംസാരിക്കണം. കാരണം അവൻ്റെ പേഴ്സണാലിറ്റിയുടെ ഉറവിടം കണ്ണാണ്. ഞാനിപ്പോൾ ഇവിടുന്ന് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ആരും എൻ്റെ കണ്ണിൽ നോക്കുന്നില്ല, നിങ്ങൾ മറ്റെവിടെയും നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മൊബൈൽ നോക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ നിർത്തിയിട്ടുണ്ടാവും. ഞാൻ ക്ലാസ് എടുക്കാൻ എനിക്ക് കിട്ടുന്ന ഊർജം നിങ്ങളുടെ കണ്ണിൽ നിന്നാണ്. മാനസികോർജം കണ്ണാണ്.
കണ്ണിലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആർദ്രതയും ദൈന്യതയും എല്ലാം കാണണം മക്കളുടെ. ഭക്ഷണം കഴിക്കുമ്പം പോലും അടുത്ത കഴിയുമ്പോൾ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ടി വിയും തുറന്നു വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന വീടുണ്ടോ, ഇന്ന് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുക. തിന്നുമ്പോൾ ഇത് നോക്കണ്ട. ഭക്ഷണം കഴിക്കുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒറ്റൊരു പണിയേ ഉള്ളൂ ടി വി കാണൽ, അല്ലേ? അല്ല, ടി വി കാണുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒറ്റൊരു പണിയേ ഉള്ളൂ ഭക്ഷണം കഴിക്കൽ, അല്ലേ? ഒരു റേഡിയോ വാങ്ങി വെക്കും നിങ്ങളുടെ വീട്ടിൽ, എന്ത് പണിയും നടക്കും, അതിനെക്കൊണ്ട് ഒരു ഉപദ്രവവും ഇല്ല. അതിൽ സംസ്കാരത്തിന് മുറിവേൽപ്പിക്കുന്ന ഒരു പരിപാടി റേഡിയോയിൽ ഉണ്ടാവില്ല. എന്നാൽ ടി വിയോ സംസ്കാരം ഉള്ള എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും അതിൽ? ഇല്ല. അതും നോക്കിക്കൊണ്ട് തിന്നുക. കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയുണ്ട്, വായിലേക്കുള്ള വഴി കൈക്ക് കാണാ പാഠം, വായിൽ നിന്നുള്ള വഴി നാവിനു തെറ്റുന്നു മിക്കപ്പോഴും. വായിലേക്കുള്ള വഴി കൈക്ക് കാണാ പാടല്ലേ? രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് കരണ്ട് പോയി, ആരെങ്കിലും വായ കാണാഞ്ഞിട്ട് ചോര് വാരി ചെവി കൊണ്ടുവച്ചിട്ടില്ലല്ലോ. വായിലേക്കുള്ള വഴി കാണാപ്പാട്, അതിൻ്റെ ഇടയിൽ കൂറ വീണിട്ടുണ്ട്, അത് മുളകാന്ന് വിചാരിച്ച് അത് ചേർത്ത് കൂട്ടുകയും ചെയ്യും. കണ്ണിൽ നോക്കി വർത്തമാനം പറയുക. കണ്ണിൽ നോക്കാൻ അച്ഛനമ്മമാർക്ക് കഴിയാത്തതിൻ്റെ പേരിൽ നമ്മൾ ഈ പുരാണങ്ങളെല്ലാം വായിക്കുന്നതിനാ. കണ്ണിൽ നോക്കാൻ അച്ഛനമ്മമാർക്ക് കഴിയാത്തതിൻ്റെ പേരിൽ ഒരു മഹായുദ്ധം നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ, അറിയോ? കുരുക്ഷേത്ര യുദ്ധം, അല്ലേ? കുരുക്ഷേത്ര യുദ്ധം. ഞാൻ ഇന്നലെ ഡൽഹിയിൽ കുരുക്ഷേത്രക്കടുത്തുള്ള ഒരു സ്കൂളിൽ ഈ സമയത്ത് ഇതുപോലെ ക്ലാസ് എടുക്കുക. 9 മണി മുതൽ 11 മണി വരെ കുട്ടികൾക്കും 11:30 മുതൽ 2 മണി വരെ രക്ഷിതാക്കൾക്കും ക്ലാസ് എടുത്തു. 1500 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്, കേരള സ്കൂള്. അപ്പം ഞാൻ പറഞ്ഞു, ഈ കുരുക്ഷേത്ര യുദ്ധത്തിന് കാരണം എന്താ? മക്കളെ കണ്ണിൽ നോക്കാൻ അച്ഛനും അമ്മയും ഇല്ലാത്തതാണ്. കൗരവന്മാരുടെ തോന്നിയാസം കൊണ്ടല്ലേ കുരുക്ഷേത്ര യുദ്ധം ഉണ്ടായേ? കൗരവന്മാരുടെ അച്ഛൻ ധൃതരാഷ്ട്ര ജന്മന കണ്ണ് കാണൂലേ? എന്നാൽ കല്യാണം കഴിച്ച ഭാര്യ ഗാന്ധാരിക്ക് കണ്ണ് കാണുമായിരുന്നില്ലേ? പക്ഷെ ഇയാൾ കല്യാണത്തിന് മുമ്പ് അറിയില്ല തൻ്റെ ഭർത്താവ് അന്ധനാണെന്ന്. കല്യാണ പന്തലിൽ കയറിയപ്പോഴാണ് മനസ്സിലായി ഭർത്താവ് അന്ധനാണെന്ന്. തന്നെ പറ്റിച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രകോടി എടുത്ത് കണ്ണ് കെട്ടിയിട്ട് പറഞ്ഞു, തൻ്റെ ഭർത്താവിന് കാണാത്ത ലോകം ഇനി ഞാനും കാണുന്നില്ല. കണ്ണും കെട്ടി നടന്നു. 100 ആണിനെയും ഒരു പെണ്ണിനെയും പറ്റൂ, ഒന്നിനെപ്പോലും കണ്ടില്ല അച്ഛനും അമ്മയും. ഒന്നുപോലും ബാക്കിയായില്ല. ബാക്കിയായോ? ഇവർ മരിച്ചപ്പോൾ ചിതക്ക് തീ കൊളുത്താൻ ഒരു ആണ്ടരി ബാക്കിയായോ? എന്തേ? മക്കളെല്ലാം മോശക്കാരായിരുന്നോ? എന്താ മൂത്തവൻ്റെ പേരറിയാവോ? കൗരവന്മാരിൽ ഏറ്റവും പ്രായമുള്ള മൂത്തവൻ്റെ പേരെന്താ അറിയാവോ? ആർക്കും അറിയില്ല. എന്താ? ദുര്യോധനല്ലേ? അല്ല. ഈ അച്ഛനും അമ്മയും അവരെ വിളിച്ചത് ദുര്യോധന എന്നല്ല, സുയോധന എന്നാ. സുയോധനനാ. പിന്നീട് ദുഷിച്ച് ദുര്യോധനായതാ, ദുഷിച്ച് ദുശാസനായതാ. സുയോധന എന്ന് പറഞ്ഞാൽ നല്ലവനാ, സു എന്ന് പറഞ്ഞാൽ നല്ലതെന്നാ. അതെൻ്റെ പേര് സുരേഷ് ബാബു ആയതുകൊണ്ട് പറഞ്ഞല്ല കേട്ടോ. ആ സുയോധനൻ ദുഷിച്ചതിൻ്റെ കാരണം അച്ഛനും നോക്കിയില്ല, അമ്മയും നോക്കിയില്ല, കണ്ടവരെ നോക്കി വളർത്തി. 100 മരിച്ച അവസാനം പുത്രവിയോഗ ദുഃഖത്താൽ കാട്ടിലേക്ക് ഓടിപ്പോയി കാട്ടുതീയിൽപ്പെട്ട് പച്ചക്ക് വെന്ത് മരിക്കേണ്ടി വന്നു ഈ അച്ഛനും അമ്മയ്ക്കും. ഭർത്താവിന് കണ്ണ് കാണൂലേ? ഭാര്യ ഭർത്താവിൻ്റെ കണ്ണാവണമെന്നൊരു പാട്ടുണ്ടല്ലേ? കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. അപ്പോൾ ഭാര്യ എന്താ പാടിയേ? കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരേ. അല്ലേ? നിങ്ങൾക്കെല്ലാം കണ്ണുണ്ടായിട്ടും നിങ്ങൾ മക്കളെ കാണുന്നില്ല, പിന്നെ കണ്ണ് കുത്തി പൊട്ടിക്കറോ? എന്തിനീ കണ്ണ്? ഐ കോണ്ടാക്ട്. മനസ്സിലായോ? അടുത്തത് നോഡിങ്. മക്കൾ പറയുന്നത് ഗൗരവമുള്ള വിഷയങ്ങൾ സമ്മതിച്ചു കൊടുക്കാൻ തല കുലുക്കണം. ആ ശരിയാടാ, നീ പറഞ്ഞ ശരിയാ. എപ്പോഴും നിങ്ങൾ പറയുന്നത് അവൻ കേൾക്കണമെങ്കിൽ അവൻ പറയുന്നത് ഇടയ്ക്ക് നിങ്ങളും കേൾക്കണം. നിങ്ങൾ ജെന്യുവിനാണോ കുട്ടി അനുസരിക്കും നിങ്ങളെ. പക്ഷെ നിങ്ങളെപ്പോഴും മൊബൈൽ നോക്കല്ല, അങ്ങനെ ഇങ്ങനെ. ഒന്നുകിൽ കംപ്ലീറ്റ് മുറുക്കം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ലൂസ്. ഇത് രണ്ടുമാണ്. ഇത് മാറ്റണം. അവൻ പറയുന്നത് കേൾക്ക്.
അവൻ മൊബൈൽ കൊണ്ട് കളിക്കുമ്പോൾ നിങ്ങളതിലും വലിയ കളിയാ. അച്ഛനും അമ്മയും എപ്പോഴും മൊബൈൽ നോക്കിയിരിക്കും. പിന്നെ കുട്ടികളെ പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം? അതുകൊണ്ട് അവൻ പറയുന്നതിന് അംഗീകരിച്ച് തല കുലുക്കി കൊടുക്കാൻ ടി വിയും മൊബൈൽ ഫോണും എല്ലാം പൂട്ടിയിട്ട് നിങ്ങൾ ആരുടെ കയ്യിലും ഫോണില്ലാതെ ഒരു ദിവസം എല്ലാവരും ഒത്തുചേരുന്നത് രാത്രിയാവട്ടെ പകലാവട്ടെ എപ്പോഴാണ്? ഒരു മണിക്കൂർ നേരം നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിൽ ജീവിതത്തിന് വേണ്ടി നീക്കി വെക്കൂ. അവിടെ ഇരുന്നിട്ട് പൈസേൻ്റെ കണക്ക് പറയരുത്. അവിടെ ഇരുന്നിട്ട് ഇവൻ്റെ പഠനം എപ്പോൾ പരീക്ഷ എന്ന് ചോദിക്കരുത്. അവിടെ വട്ടത്തിരുന്നിട്ട് രസകരമായ കാര്യങ്ങൾ പറയൂ. തുറന്നു സംവദിക്കൂ. വട്ടത്തിലിരുന്നിട്ട് നിങ്ങൾ യോജിച്ചുകൊണ്ട് വളരണം. നിങ്ങളുടെ വീടൊരു ടീമാവണം. നിങ്ങളുടെ വീട് ഒരു ടീമാണ്. ടീം എന്ന് പറയുന്നത് ടുഗദർ എവരിബഡി അച്ചീവ് മോർ എന്നാണ്. ഒരുമിച്ചാൽ എല്ലാവർക്കും കൂടുതൽ നേട്ടം. ആ ടീം സ്പിരിറ്റ് നിങ്ങളുടെ വീട്ടിലുണ്ടാവുക. അതിന് നിങ്ങളുടെ വീട് ഡെമോക്രാറ്റിക് ആവണം, ജനാധിപത്യം ഉണ്ടാവണം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ MLA-യും മന്ത്രിയെയും പഞ്ചായത്ത് മെമ്പറേയും വോട്ട് ചെയ്യുന്ന പരിപാടിയല്ല. മനുഷ്യനും ഒത്തുചേരുന്ന രസതന്ത്രമാണ് ജനാധിപത്യം. നിങ്ങളും മക്കളും ഒത്തുചേരും. അവരുടെ ജീവിതം, അവരുടെ അറിവിനെ നിങ്ങളുടെ നാടുമായിട്ടും നിങ്ങളുടെ കാലവുമായിട്ടും കണക്ട് ചെയ്ത് കൊടുക്കേണ്ട പണി നിങ്ങൾക്കാണ്. നിങ്ങളുടെ അറിവിനെ നിങ്ങളുടെ നാടുമായിട്ട് കണക്ട് ചെയ്യണം. ദേശം നിങ്ങളുടെ കാലവുമായിട്ട് കണക്ട് ചെയ്യണം. കാലം, ദേശകാലങ്ങളെ കണക്ട് ചെയ്യാനുള്ളൊരു ഒരു ചിഹ്നമുണ്ട്, അറിയാവോ? ദേശം ഇങ്ങനെയല്ലേ, പരന്ന് കിടക്കുന്ന ദേശം. അതിൽ ഓരോ ദിവസവും കാലം ഇങ്ങനെയല്ലേ. ദേശകാലങ്ങളെ കൊണ്ട് കണക്ട് ചെയ്യുന്നതാണ് പ്ലസ്. മനസ്സിലായോ? ഇങ്ങനെയും എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻ, അതാണ് പ്ലസ്. അവൻ്റെ അറിവിനെ കാലദേശങ്ങളോട് കണക്ട് ചെയ്യലാണ് പ്ലസ്. അവന് പരന്ന അറിവുണ്ട്, നല്ല അറിവുണ്ട്. അതിൽ ചിന്ത കൊണ്ട് ക്രോസ് ചെയ്യണം, എന്നാലേ പ്ലസ് ആവൂ. ജീവിതം പ്ലസ് ആവണം. അല്ലാതെ പഠനം കൊണ്ട് മാത്രം കാര്യമില്ല. പഠിച്ചിട്ട് നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത് പഠിച്ച് നല്ല ജോലി കിട്ടി, നല്ല ശമ്പളം വാങ്ങി, നല്ല വീട് വെച്ചു, നല്ല ഭക്ഷണം കഴിച്ചു, നല്ല ഡ്രസ്സ് ഇട്ടു, നല്ല കാർ വാങ്ങി, തീർന്നു. ഇതാണോ നമ്മുടെ ലക്ഷ്യം മനുഷ്യൻ്റെ? ഇതിനപ്പുറത്തുണ്ട്. പ്ലസ് ആവണം എല്ലാ ദിവസവും. മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് 10 ലക്ഷം വർഷം മുമ്പ് ആനകൾ ഉണ്ടായിരുന്നു ഈ ഭൂമിയിൽ. ആ ആന എങ്ങനെയാണ് ജീവിച്ചത്? അതുപോലെ ഇപ്പോൾ 2025-ലും ജീവിക്കുന്നത്. എന്തോ മാറ്റമുണ്ടോ? തൃശ്ശൂർ പൂരത്തിന് ഇത്രയും മനുഷ്യക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ഒരാനക്കും ഒരു ട്രൗസർ ഉടുക്കണമെന്നുള്ള ചിന്ത ഇതുവരെ ഉണ്ടായോ? ഇല്ല. അതിനൊരു പ്ലസ്സും ഇല്ല. എന്നാൽ മനുഷ്യൻ ദിവസേന പ്ലസ് ആവണം. മാർക്കല്ല, പൈസയല്ല. പ്ലസ് ആവേണ്ടത് എന്താ? ആന്തരികമായ സംസ്കാരവും ആർദ്രതയും മൂല്യബോധവും ധാർമ്മികതയും പ്ലസ് ആവണം. അത് കൊടുക്കേണ്ടത് പാഠപുസ്തകങ്ങളല്ല. പാഠപുസ്തകങ്ങൾ എന്ന് പറയുന്നത് വെറും ഒരു എൻട്രൻസാണ്, പ്രവേശന ദ്വാരമാണ്. അതിലൂടെ ആകാശങ്ങളെ സ്വപ്നം കാണണം. സ്കൂളിൽ അധ്യാപകർക്ക് കഴിയുന്നത് 6 മണിക്കൂറാണ് ഈ കുട്ടിയോട്. അതും ഓരോ കുട്ടിയോട് സ്പെഷ്യലായിട്ട് അറ്റൻഷൻ എടുക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയുമോ? അധ്യാപകർക്ക് കഴിയുമോ? 10, 40, 50 കുട്ടികളെ ഇരുത്തിയിട്ട് അവരോട് മൊത്തത്തിൽ അവർക്കെല്ലാവർക്കും പറ്റിയ ഊസാക, ലാസാഗു, LCMA മാഷക്ക് പറയാൻ പറ്റൂ. ഓരോ കുട്ടിക്കും പറ്റിയ രീതിയിൽ മാഷക്ക് പെരുമാറാൻ പറ്റില്ല. നിങ്ങൾക്ക് 1, 2, 3 അല്ലേ ഉള്ളൂ. അതിനനുസരിച്ച് നിങ്ങൾ മാറൂ. ആ കുട്ടിക്ക് വേണ്ടത് നിങ്ങൾ കൊടുക്കണം. എങ്ങനെ? എന്താ കൊടുക്കേണ്ടത്? സ്കൂളിൽ നിന്ന് അധ്യാപകർ കൊടുക്കും ഇൻ്റലിജൻസ് കോഷ്യൻ്റ്, IQ കൊടുക്കും. നിങ്ങൾ കൊടുക്കേണ്ട EQ, ഇമോഷണൽ കോഷ്യൻ്റ്, വൈകാരികമായ പക്വത വേണം. ചിരിക്കാതിരിക്കാനും കരയാനും കരയാതിരിക്കാനും ദേഷ്യം വരാതിരിക്കാനും കുട്ടി അറിയണം. പാഷണൽ ക്വസ്റ്റ്യൻ ഉണ്ടാവണം. അതിൻ്റെ ഭാഗമാണ് നിങ്ങൾ ഇന്ന് ഇവിടെ വന്നത്. കുട്ടിയെയും കൂട്ടി ചിത്രം വരയ്ക്കാൻ കുട്ടി വന്നില്ലേ? അതിൽ നിങ്ങൾക്ക് ഒരു നല്ല ലൈക്ക് തരുന്നു. അത് പാഷനാണ്. സൗന്ദര്യബോധം വേണം, ആർദ്രത വേണം. ഇപ്പോൾ P. ജയേന്ദ്രൻ മരിച്ചല്ലോ. മരിച്ചതിന് ശേഷം ഓരോ സംവിധായകൻ ചിട്ടപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഹിറ്റ് പാട്ടുകളുടെ ലിസ്റ്റ് മലയാള മനോരമ പത്രത്തിലുണ്ടായിരുന്നു. ആ പത്ര കട്ടിങ് എടുത്ത് നിങ്ങളുടെ വീട്ടിൽ ഒരു പാട്ടിനെ പറ്റി, ജയേന്ദ്രൻ്റെ പാട്ടിനെ പറ്റി ഒരു ചർച്ച നടന്നോ? ഒരു പാട്ട് പാടിയോ? മക്കളോട് പാടാൻ പറഞ്ഞോ?
പറഞ്ഞോ? ആലോചിച്ച് നോക്ക്. പാടാൻ പറഞ്ഞോ? ഞാൻ എൻ്റെ മോനെയും കൂട്ടിയിട്ട്, എൻ്റെ മോനെ ആവശ്യപ്പെട്ട ഒരു ആഗ്രഹം, എനിക്കൊന്ന് ജയചന്ദ്രനെ മരിക്കുന്നിടക്ക് കാണണമെന്നുണ്ടായിരുന്നു. കഴിഞ്ഞില്ല. ഞാൻ കൂട്ടി അവിടെ പാലയത്ത് വീട്ടിൽ വന്നു. ഞാൻ മോനെയും കൂട്ടിക്കൊണ്ടൊന്ന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ ഇപ്പുറത്തൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ആൽത്തറയിൽ ഇരുന്നിട്ട് ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ എന്ന് പാടി എൻ്റെ കണ്ണിന്ന് വെള്ളം വന്നു. അപ്പം മോനും കരഞ്ഞു. അവൻ എന്നിട്ട് അമ്മയോട് പോയി പറയാം, എൻ്റെ അമ്മേ, എന്നെ എടിയെല്ലാം അച്ഛൻ കൂട്ടിപ്പോയിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരു അനുഭവം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കതൊക്കെ വെറും എന്ത് നടന്ന് മരിച്ചോട്ടെ, നമ്മക്കെന്താ, ആര് മരിച്ചാലെന്താ, നമ്മക്ക് ഉച്ചക്കത്തെ കറിക്കെന്താ വെക്കണ്ട കഷ്ണം വേണ്ടെന്ന് ആലോചിക്കുന്നത്. ഇതന്നെ ആ പ്രശ്നം കുട്ടികൾക്ക്. നിങ്ങൾ അവൻ്റെ ആർദ്രതയെ, ഇമോഷണൽ കോഷ്യന്റിനെ കയറി ഇടപെട്, അത് വളർത്ത്. പാഷണൽ കോഷ്യന്റിനെ, അനുഭൂതിയുടെ ലോകം വളർത്ത്. സ്പിരിച്വൽ കോഷ്യന്റ് ധാർമ്മികത എന്തെന്ന് പഠിപ്പിക്കേ. സോഷ്യോ കോഷ്യന്റ് സാമൂഹ്യ ബോധമുണ്ടാക്ക്. എക്കോ കോഷ്യന്റ് പരിസ്ഥിതി, പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കേ. എത്ര ജൂൺ 5 പ്രതിജ്ഞ ചെയ്താലും മഴ പെയ്യുമ്പോഴേക്ക്, പുതുമഴ പെയ്യുമ്പോഴേക്ക് തോട്ടിലും കുളത്തിലും മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പി ഒഴുകി വരുന്നു. എന്തേ? അവന് പാരിസ്ഥിതിക ബോധം ഉണ്ടാക്കിയില്ല, എക്കോ കോഷ്യന്റ് ഇല്ല. സയൻസ് കോഷ്യന്റ് പഠിപ്പിക്കേ, ശാസ്ത്രം പഠിപ്പിക്കേ. സയൻസ് പഠിക്കുന്നവരെല്ലാവരും, പക്ഷേ സയൻസ് പഠിക്കും. എന്താ സയൻസ്? സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് ചന്ദ്രൻ്റെ മറവ് കൊണ്ട് സൂര്യനെ കാണാതാകുന്നതാണ് സൂര്യഗ്രഹണം, അല്ലേ? സയൻസ് അല്ലേ? ചന്ദ്രഗ്രഹണോ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രനിൽ പതിയുന്നതാണ് ചന്ദ്രഗ്രഹണം, അല്ലേ? സയൻസാ. പക്ഷെ എന്നിട്ടോ മോളെ കല്യാണത്തിന് രാഹുകാലവും നോക്കി നടക്കും. ഈ ചന്ദ്രനെയും സൂര്യനെയും വിഴുങ്ങിയ രാഹുവാ, ആ പാമ്പ്, അതിൻ്റെ കാലം നോക്കി നടക്കുന്നു. രാഹുകാലം അങ്ങനെ ഒരു സാധനമുണ്ടോ ലോകത്ത്? ഗുളികകാലമുണ്ട്. രാഹുകാലം, ഗുളികകാലം എന്ന് 2 കാലം കാണാം. ഗുളികകാലമുണ്ട്, രാവിലെ 1, ഉച്ചക്കര, രാത്രി 2 കഴിക്കുന്ന കാലം ഗുളികകാലം. നിങ്ങളുടെ മക്കളുടെ മേലെ ദൈവവിശ്വാസം നിങ്ങൾ പറഞ്ഞു കൊടുത്തോ. അന്ധവിശ്വാസം നിങ്ങളുടെ മക്കളിൽ അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. അവൻ്റെ യുക്തിബോധവും അവൻ്റെ ശാസ്ത്രബോധവും വളർത്തിയെടുക്കുക. നമ്മുടെ ലോകം, ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിലിരുന്ന രാജ്യമാണ്. രാമായണവും മഹാഭാരതവും 18 പുരാണങ്ങൾ എഴുതിയ നാടാണ്. ആയുർവേദ ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷ് മരുന്ന് വരുന്നതിന് മുമ്പ് 1500 കൊല്ലം മുമ്പ് എത്ര ആയുർവേദ കഷായവും അരിഷ്ടവും ലേഹ്യവും വടകവും ഗുളികയും ഉണ്ടാക്കിയ നാടാണ്. കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1500 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, തളന്തയും തക്ഷശിലയും. ഇത്രയും ഭയങ്കരന്മാരാ നമ്മൾ. എന്നിട്ട് നമ്മൾ പട്ടിണിയായി പോകുന്ന കാരണം എന്താ? തെളിവ് ഞാൻ തരാ. ഈ ഹാളിൽ, ഈ ഗ്രൗണ്ടിലുള്ള ഏതെങ്കിലും ഒരു വസ്തു ഇന്ത്യയെ കണ്ടുപിടിച്ചിട്ടുണ്ട് പറഞ്ഞാട്ടെ? ഈ മൈക്ക് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? ഈ വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? ഈ പേന കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? കടലാസ് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? അച്ചടി കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? ക്യാമറ കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? ബൾബ് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? ഫാന്, നിങ്ങളിരിക്കുന്ന പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? സിമെന്റ് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? ഗ്ലാസ്, കണ്ണട കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? ഞാൻ വന്ന കാറ് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? ബസ് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? നമ്മൾ വലിയ വർത്താനം പറഞ്ഞ് നടക്കും. സയൻസിൽ ബോധം ഉണ്ടാക്കിയില്ല, സയൻസ് കോഷ്യന്റ് ഇല്ല. ശാസ്ത്രം പഠിക്കും, ശാസ്ത്രബോധമില്ല. ശാസ്ത്രീയമായിട്ട് വീട്ടിൽ ചർച്ച നടത്തണം. ദൈവവിശ്വാസമാകാം, അന്ധവിശ്വാസമാകരുത്. എൻ്റെ എല്ലാം ചെറുപ്പത്തിൽ നാട്ടിലെത്ര പ്രേതം ഉണ്ടായിരുന്നു, പ്രേതം കൂടുന്ന എത്ര ആളുണ്ടായിരുന്നു. എവിടെ പോയി? ഇപ്പം ആരും മരിക്കല്ലേ? കരണ്ട് വന്ന് ലൈന് അലങ്ങും വിലങ്ങും ലൈന് വലിച്ചപ്പോൾ ഈ ആകാശത്തൂടെ പോകുന്ന പ്രേതങ്ങളെല്ലാം ലൈനിന് തട്ടി ചത്തുപോയി ഇല്ലേ? അതുകൊണ്ട് പുരോഗമനാത്മകമായ ശാസ്ത്രബോധം ഉണ്ടാവണം കുട്ടികൾക്ക്. ഇത്രയും കോഷ്യൻ്റ് ഉണ്ടാക്കുന്ന ഇടം സ്കൂളിൻ്റെ പടി ഇൻ്റലിജൻസ് കോഷ്യൻ്റ് ഐക്യു മാത്രം വളർത്തല. ഇമോഷണൽ കോഷ്യൻ്റ്,
പാഷണൽ കോഷ്യൻ്റ്, സ്പിരിച്വൽ കോഷ്യൻ്റ്, സോഷ്യോ കോഷ്യൻ്റ്, എക്കോ കോഷ്യൻ്റ്, സയൻസ് കോഷ്യൻ്റ്, ഈ 6 മറ്റ് കോഷ്യൻ്റ് ഉണ്ടാക്കുന്ന സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീടു കണ്ട് സ്വർഗം നാണിക്കുന്നു. അത്തരത്തിലുള്ള വീടായിട്ട് നിങ്ങളുടെ വീട് മാറാൻ കുട്ടിയല്ല മാറേണ്ടത്. ആരാ മാറേണ്ടത്? രക്ഷിതാക്കൾ മാറാൻ തയ്യാറാവൂ. കുട്ടികൾ മാറിയിരിക്കും. അത്തരത്തിൽ അവരുടെ ജീവിതം, അവരുടെ അറിവും നിങ്ങളുടെ ജീവിതവും പരസ്പരം കണക്ട് ചെയ്ത് പ്ലസ് ആക്കണം. അപ്പോഴേ ജീവിതം A+ ആവൂ. അങ്ങനെ പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. 11:30 എനിക്ക് കോട്ടയത്തൊരു പ്രോഗ്രാമുണ്ട്. അതിൻ്റെ ഇടയിൽ ഓടി വന്നതാണ് ഇവിടെ. അതുകൊണ്ട് ദീർഘമായി സംസാരിക്കാൻ നേരമില്ല. ഇങ്ങനെ ഒരു പരിപാടി ഇതിൻ്റെ ഇടയിൽ സംഘടിപ്പിക്കാൻ എന്നെ വിളിച്ച മാതൃഭൂമിയുടെ ലേഖകനും അതുപോലെ ഇവിടുന്ന് ഇതിൻ്റെ ചെയർമാനും സ്കൂൾ അധികൃതർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ രാവിലെ ഈ ചിത്രം വരയ്ക്ക് വേണ്ടി കുട്ടികളെയും കൂട്ടി വന്നതിന് നിങ്ങളുടെ എല്ലാ രക്ഷിതാക്കളുടെ മുന്നിൽ ഒരു നല്ല നമസ്കാരം സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് ചുരുക്കുന്നു. നമസ്കാരം.